ഓം ശാന്തി. ഇന്ന് 17/2/2026. बाबा कहती है, मीठे बच्चे, तुम अभी अमरलोक स्थापन करने के निमित्त हो, जहाँ कोई भी दुख व पाप नहीं होगा. वह है ही വൈസ്ലെസ് വേൾഡ്. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങളിപ്പോൾ അമരലോകത്തിൻ്റെ സ്ഥാപനയ്ക്ക് നിമിത്തമായിരിക്കുകയാണ്. അമരലോകം എങ്ങനെയാണ്? അവിടെ ദുഃഖമോ പാപമോ ഒന്നും ഉണ്ടായിരിക്കില്ല. അതാണ് അമരലോകം. ആ അമരലോകത്തിൻ്റെ സ്ഥാപനയ്ക്കാണ് നമ്മൾ കുട്ടികൾ നിമിത്തമായിരിക്കുന്നത്. അതുപോലെ അമരലോകത്തിന് എന്താ പറയുക? പവിത്രമായ ലോകമാണ് അല്ലേ? ഈ ബാബ ചോദ്യം ചോദിക്കുകയാണ്, ഗോഡ്ലി ഫാമിലി കാ വണ്ടർഫുൾ പ്ലാൻ കോൺസാ ഹേ? അതായത് ഈ ഈശ്വരീയ പരിവാരത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്ലാൻ അതെന്താണ് എന്ന് ബാബ ചോദിക്കുകയാണ്. ബാബ ഉത്തരം നൽകാണ്, ഗോഡ്ലി ഫാമിലി കാ പ്ലാൻ ഹേ ഫാമിലി പ്ലാനിങ് കർണ. एक सत धर्म स्थापन कर अनेक धर्म का विनाश करना. मनुष्य बर्थ कंट्रोल करने के प्लान्स बनाते, बाप कहते उनके प्लान्स चल ना सके. मैं ही नई दुनिया की स्थापना करता हूँ तो बाकी सब आत्माएं ऊपर घर में चली जाती है. ബഹുത് തോടി ആത്മായേം ഹി രഹതി ഹെ. അപ്പോൾ ഈശ്വരീയ പരിവാരത്തിൻ്റെ അത്ഭുതകരമായ പ്ലാനാണ് കുടുംബാസൂത്രണം ചെയ്യുക അല്ലേ? അതുപോലെ ബാബ പറയാണ്, ഒരു സത്യമായ ധർമ്മത്തിൻ്റെ സ്ഥാപനയും അനേക ധർമ്മത്തിൻ്റെ വിനാശവും ചെയ്യുക. അതും ഈശ്വരീയ പരിവാരത്തിൻ്റെ വണ്ടർഫുൾ ആയിട്ടുള്ള പ്ലാനാണ്. പിന്നെ ബാബ പറയാണ്, മനുഷ്യരാണെങ്കിലോ ബർത്ത് കൺട്രോൾ അല്ലേ, അതായത് കൂടുതൽ ജനസംഖ്യ കൂടാതിരിക്കാനൊക്കെ ഓരോരോ പ്ലാൻസുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.
പക്ഷെ ബാബ പറയാണ് ആ പ്ലാനുകളൊന്നും കാര്യത്തിൽ വരില്ല. കാരണം ബാബയാണ് പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നയാൾ. പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ബാബ ചെയ്യുമ്പോൾ ബാക്കി എല്ലാ ആത്മാക്കളും എവിടെ പോയിരിക്കും? ശാന്തിധാമത്തിലായിരിക്കും. വളരെ കുറച്ചു പേരെ പുതിയ ലോകത്തിൽ ഉണ്ടായിരിക്കുള്ളൂ എന്ന് ബാബ പറയാം. ഓം ശാന്തി. യഹ് ഘർ ഭി ഹേ, യൂണിവേഴ്സിറ്റി ഭി ഹേ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഭി ഹേ. അതായത് ബാബ പറയാണ് ഇത് വീടുമാണ്, അതുപോലെ യൂണിവേഴ്സിറ്റി അതായത് സർവകലാശാലയുമാണ്, ഇതൊരു സ്ഥാപനവും കൂടിയാണെന്ന് ബാബ പറയാം. തും ബച്ചോം കി ആത്മാ ജാൻതി ഹേ കി വഹ് ഹേ ശിവബാബ. നിങ്ങൾ കുട്ടികൾ അല്ലെ, നിങ്ങൾ ആത്മാക്കളാണ്. നിങ്ങൾ ആത്മാക്കളായ കുട്ടികൾക്കറിയാം ഇത് ശിവബാബയാണ് അല്ലെ. നമ്മളെ പഠിപ്പിക്കുന്നത് ആരാണ്? ശിവബാബയാണ്. ആത്മായേം ഹേ സാലിഗ്രാം. ആത്മാക്കളെ എന്താ പറയാ? സാളിഗ്രാമങ്ങളെന്ന് പറയും. ജിൻകാ യഹ് ശരീർ ഹേ, ശരീർ നഹി കഹേഗാ ഹമാരി ആത്മാ അല്ലെ. ഒരിക്കലും ശരീരം ഇങ്ങനെ പറയില്ല എൻ്റെ ആത്മാവെന്ന്. പറയുന്നത് ആരാണ്? ആത്മാവാണ് പറയുക. എന്ത് പറയും? ഇതെൻ്റെ ശരീരമാണെന്ന്. തിരിച്ച് ശരീരം ഒരിക്കലും ഇതെൻ്റെ ആത്മാവാണ് എന്ന് പറയില്ല അല്ലെ. കാരണം ശരീരത്തിനല്ല ജീവനുള്ളത്. ശരീരം ശരിക്കും ഒരു ജഡമാണ്. ജീവനുള്ള ആളാരാണ്? അത് ആത്മാവാണ്. ശരീരത്തിനുള്ളിലിരിക്കുന്ന ആത്മാവിനാണ് ജീവനുള്ളത്. ആത്മാവാണ് കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതും അല്ല. അപ്പോൾ ആത്മാവാണ് പറയുക ഇതെൻ്റെ ശരീരമാണ്. അഭി തും അപ്നേക്കോ ആത്മാ സമജ്തേ ഹോ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഹമാരാ ബാബ ശിവ് ഹേ വഹ് ഹേ സുപ്രീം ഫാദർ. നമ്മളെല്ലാ ആത്മാക്കളുടെയും അച്ഛനാരാണ്? ശിവബാബയാണ്. ശിവബാബ ആരാണ്? സുപ്രീം ഫാദറാണ്. ആത്മാ ജാൻതി ഹേ വഹ് ഹമാരാ സുപ്രീം ബാബ ബി ഹേ, സുപ്രീം ടീച്ചർ ബി ഹേ, സുപ്രീം ഗുരു ബി ഹേ. അതായത് ആത്മാവിനറിയാം ശിവബാബ നമ്മുടെ പരിധിയില്ലാത്ത, അതായത് സുപ്രീം ആയിട്ടുള്ള അത്രയും ഉന്നതനായ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ് അല്ലെ. സുപ്രീം ഫാദർ, സുപ്രീം ടീച്ചർ, സുപ്രീം സദ്ഗുരു, എല്ലാം സുപ്രീമാണ് ബാബ അല്ലെ. ബാബ പരമമായ ആത്മാവാണ്. അപ്പം അത്രയും ഉയർന്നതാണ് ബാബ. പക്ഷെ ബാബയ്ക്ക് റോൾ ഏതൊക്കെയാണ്? അച്ഛൻ്റെ റോളും ടീച്ചറുടെ റോളും അതുപോലെ സദ്ഗുരുവിൻ്റെ റോളും, 3 റോളും ബാബ ചെയ്യുന്നുണ്ട്. ഭക്തി മാർഗ് മേ ബി ബുലാത്തെ ഹേ ഓ ഗോഡ് ഫാദർ, മർനെ സമയ ബി കഹത്തെ ഹേ ഹേ ഭഗവാൻ ഹേ ഈശ്വർ അല്ലെ. ഭക്തി മാർഗത്തിലും ഗോഡ് ഫാദറിനെ വിളിക്കുന്നുണ്ട്. അതുപോലെ മരണസമയത്തും എങ്ങനെ വിളിക്കും? അല്ലയോ ഭഗവാനെ, അല്ലയോ ഈശ്വര എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. പുക്കാർത്തെ ഹേന വിളിക്കുന്നുണ്ടല്ലോ എന്ന് ബാബ പറയാ. പരന്തോ കിസ്കി ബുദ്ധി മേം യഥാർത്ഥ രീതി ബൈഠാ നഹി ഹേ. പക്ഷെ ആരുടെ ബുദ്ധിയിലും യഥാർത്ഥ രീതിയിൽ ഇരിക്കുന്നില്ല എന്ന് പറയാ. യഥാർത്ഥ രീതി എന്ന് പറഞ്ഞാൽ ആരാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ? ഇത് ആരുടെ ബുദ്ധിയിലും ഇരിക്കുന്നില്ല എന്ന് ബാബ പറയാം. ഫാദർ തോ സബ് ആത്മാവോം കാ ഏക് ഹോ ഗയാ ഫിർ കഹാ ജാതാ ഹേ ഹേ പതീത് പാവൻ അല്ലെ. അച്ഛൻ എന്ന് പറയുന്നത് എല്ലാ ആത്മാക്കളുടെയും അച്ഛൻ ഒന്നു തന്നെയാണ് അല്ലെ. ആ അച്ഛൻ ഇങ്ങനെയും പറയും എന്ത്? അല്ലയോ പതീത പാവന, അല്ലയോ പതീത പാവന എന്ന് പറയുമ്പോൾ ബാബ പറയാണ് തോ ഗുരു ബി ഹോ ഗയാ. അതായത് പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റുക, അത് ഗുരുവിന്റെ കർത്തവ്യമാണ്. അപ്പൊ ഗുരുവായി മാറിയില്ലേ? कहते हैं दुख से हमको लिबरेट कर शांति धाम में ले जाओ तो बाप भी हुआ. അതായത് ഇങ്ങനെയും പറയും, ദുഃഖത്തിൽ നിന്നും ഞങ്ങളെ മുക്തമാക്കി കൂടെ കൊണ്ടുപോകൂ. അങ്ങനെയാകുമ്പോൾ ആരായി മാറി? അവിടെ അച്ഛനായി മാറി അല്ലേ. അപ്പോൾ ബാബയായി മാറി. फिर पतित पावन सदगुरु भी हुआ. फिर सृष्टि चक्र कैसे फिरता है, मनुष्य 84 जन्म कैसे लेते हैं, वह बेहद की हिस्ट्री ज्योग्राफी सुनाते हैं, इसलिए सुप्रीम टीचर भी हुआ. ബാബ പറയാണ് ഈ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യമെല്ലാം, മനുഷ്യന്റെ 84 ജന്മത്തിന്റെ രഹസ്യം, അതുപോലെ പരിധിയില്ലാത്ത ഈ ഹിസ്റ്ററി ജോഗ്രഫി, ഇതെല്ലാം നമ്മളെ കേൾപ്പിക്കുന്നത് ആരാണ്? ബാബയാണ്. അപ്പൊ ബാബയുടെ റോൾ എന്തായി?
ടീച്ചറായി മാറി അല്ലേ. അപ്പൊ ബാബ ഈ 3 റോളും ചെയ്യുകയാണ്. അതാണ് ബാബ പറയുന്നത്. അപ്പൊ പതീത പാവൻ എന്ന് പറയുമ്പോൾ അത് ഗുരുവായി ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ച് നമ്മളെ ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു അല്ലേ. അതുപോലെ എന്താണ് സൃഷ്ടിചക്രം എങ്ങനെ കറങ്ങുന്നു, മനുഷ്യന്റെ 84 ജന്മങ്ങൾ, ഇതെല്ലാം നമ്മളെ മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ടീച്ചറുടെ റോളായി. അപ്പോൾ അച്ഛൻ്റെയും ടീച്ചറുടെയും സദ്ഗുരുവിൻ്റെയും റോളെല്ലാം ബാബയാണ് ചെയ്യുന്നത്. इसलिए सुप्रीम टीचर भी हुआ. अज्ञान काल में बाप अलग ടീച്ചർ അലഗ് ഗുരു അലഗ് ഹോത്തേ ഹെ അല്ലെ. അജ്ഞാനകാലത്തിൽ, അജ്ഞാനകാലം എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ബാബയുടെ ജ്ഞാനം കിട്ടുന്നതിനൊക്കെ മുൻപ് അച്ഛൻ വേറെയായിരുന്നു, ടീച്ചർ വേറെയായിരുന്നു, ഗുരു വേറെയായിരുന്നു അല്ലേ. യഹ് ബേഹദ് കാ ബാപ്പ് ടീച്ചർ ഗുരു ഏക് ഹി ഹെ. പക്ഷെ ജ്ഞാനമാർഗത്തിലേക്ക് വന്നപ്പോൾ നമ്മളുടെ അച്ഛനും ടീച്ചറും സദ്ഗുരുവും ഒന്നു തന്നെയായിട്ട് മാറി അല്ലെ. ജ്ഞാനമാർഗത്തിൽ ഈ 3 റോളും ഒരാളാണ് ചെയ്യുന്നത്. പക്ഷെ അജ്ഞാനകാലത്തിൽ, അതായത് ബാബയെ ലഭിക്കുന്നതിന് മുൻപ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലൗകികത്തിൽ അച്ഛൻ വേറെയാണ്, നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർ വേറെയാണ്, അതുപോലെ ഗുരുക്കന്മാരുണ്ടായിരിക്കുമല്ലോ, അവർ വേറെയാണ്. 3 വേറെ വേറെ ആളുകളാണ് എല്ലാതും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ജ്ഞാനമാർഗത്തിലേക്ക് വരുമ്പോൾ ഈ 3 റോളും ചെയ്യുന്നത് ബാബ തന്നെയാണ്. കിത്തന ഫർക്ക് ഹോ ഗയ. ബാബ പറയാ എത്ര വ്യത്യസ്തമായെന്ന് പറയാ അല്ലെ. എത്രയും വ്യത്യാസമല്ല രണ്ടും തമ്മിൽ നോക്കുമ്പോൾ. ബേഹദ് കാ ബാപ്പ് ബേഹദ് കാ വർഷ ദേത്തേ ഹേ ബച്ചോം കോ. പരിധിയില്ലാത്ത അച്ഛൻ ഈ പരിധിയില്ലാത്ത സമ്പത്ത് ആർക്കാണ് നൽകുന്നത്? നമ്മൾ കുട്ടികൾക്കാണ് നൽകുന്നത്. വഹ് ബി ഹദ് കാ വർഷ ദേത്തേ ഹേ പഠായി ബി ഹദ് കി ഹേ വേൾഡ് കി ഹിസ്റ്ററി ജോഗ്രഫി കോ തോ കോയി ജാൻതേ നഹി. അതായത് പുറമെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതായത് ഭൗതിക രൂപത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാബ പറയുന്നത് പരിധിയുള്ള സമ്പത്താണ് അച്ഛനിൽ നിന്ന് കിട്ടുക അല്ലെ. അതുപോലെ അവിടെ പഠിക്കുന്നതും പരിധിയുള്ളതാണ്. കാരണം നമുക്കറിയാം ലൗകികത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ജന്മം നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് ആ ജന്മം കഴിഞ്ഞു. പിന്നീട് അടുത്ത ജന്മം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒന്നിൽ നിന്നേ പഠിക്കണം. അപ്പൊ പരിധിയുള്ളതാണ് ആ പഠിപ്പ്. അതുപോലെ സമ്പത്ത്, അച്ഛനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സമ്പത്ത് എന്ന് പറയുമ്പോൾ അത് പരിധിയുണ്ട്. ആ ജന്മമേ നമുക്കതിന് അവകാശമുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ബാബ തരുന്നതോ പരിധിയില്ലാത്ത സമ്പത്താണ്. പരിധിയില്ലാത്തതെന്ന് പറയുമ്പോൾ 21 ജന്മത്തേക്ക് ആ സമ്പൽ സമൃദ്ധി നമ്മുടെ കൂടെ ഉണ്ടാകും. അതാണ് ബാബ പറയുന്നത് പരിധിയില്ലാത്തതാണ് എന്തെന്ന്. അതുപോലെ ബാബ പറയാണ് ഈ ലോകത്തിന്റെ ചരിത്രം, ഭൂമിശാസ്ത്രം അത് ആർക്കും അറിയില്ല. യഹ് കിസ്കോ പതാ നഹി ഹേ ലക്ഷ്മി നാരായണനെ രാജ്യ കൈസേ പായ. അതുപോലെ ഈ ലക്ഷ്മി നാരായണന്മാര് എങ്ങനെ രാജ്യം നേടി അത് ആർക്കും അറിയില്ല എന്ന് ബാബ പറയാം. അതുപോലെ അവരെത്ര സമയം രാജ്യം ഭരിച്ചു, രാജ്യം എങ്ങനെ നേടി, എത്ര സമയം രാജ്യം ഭരിച്ചു, ഇതൊന്നും അറിയില്ല. അതുപോലെ പിന്നീട് ത്രേതായുഗത്തിലേക്ക് വരുമ്പോൾ രാമനും സീതയുമായി മാറി അവർ എത്ര സമയം രാജ്യം ഭരിച്ചു, അതും ആർക്കും ഇതിനെപ്പറ്റി യഥാർത്ഥ രീതിയിൽ അറിയില്ല എന്ന് ബാബ പറയാം. കുച്ച് നഹി ജാൻതേ അബി തും ബച്ചേ സമജ്തേ ഹോ ബേഹദ് കാ ബാപ്പ് ആയേ ഹേ ഹംകോ പഠാനെ. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് പറയാം പരിധിയില്ലാത്ത അച്ഛൻ വന്നിരിക്കുന്നത് എന്തിനാണ്? നമ്മൾ കുട്ടികൾക്ക് പരിധിയില്ലാത്ത സമ്പത്ത് തരാനും നമ്മളെ പഠിപ്പിക്കാനുമാണ്. ഫിർ ബാബ സദ്ഗതി കാ രാസ്ത ബത്താത്തേ ഹേ. പിന്നെ ബാബ സദ്ഗതിയിലേക്കുള്ള വഴിയും ബാബ പറഞ്ഞു തരും അല്ലെ. ബാബ ടീച്ചറായി മാറി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കും. പിന്നീട് സദ്ഗുരുവിന്റെ രൂപത്തിൽ ബാബ സദ്ഗതി തരാൻ അല്ലെ, മുക്തിയിലേക്കുള്ള മാർഗവും ബാബ മനസ്സിലാക്കി തരും. അപ്പൊ പാവൻ ബന്നാഹേ. ഇപ്പൊ ബാബ പറയാണ് ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് പാവനമായിട്ട് മാറണം. കാരണം 84 ജന്മം എടുത്തെടുത്ത് നിങ്ങൾ കുട്ടികൾ പതീതമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് പാവനമായിട്ട് മാറണം എന്ന് ബാബ പറയാം. യഹ് ഹേ തമോ പ്രധാൻ ദുനിയ സദോ രജോ തമോ മേം ഹർ ചീസ് ആത്തി ഹേ. അതായത് ഇത് തമോ പ്രധാനമായ ലോകമാണ് അല്ലെ. അപ്പൊ ബാബ പറയാണ് സദോ രജോ തമോ അല്ലെ. ഇതില് ഏത് വസ്തുവും എടുത്ത് നോക്കിയാലും ഈ 3 ഇതിലൂടെയും കടന്നു പോകും അല്ലെ. 3 രീതികളാണ്. അതായത് സദോ പ്രധാനം, പിന്നെ രജോയായി മാറും, പിന്നെ തമോയായിട്ട് മാറും. ഈ 3 സ്റ്റേജിലൂടെ എല്ലാ വസ്തുക്കളും കടന്നു പോകുമെന്ന് ബാബ പറയാം. യഹ് ജോ സൃഷ്ടി ഹേ ഉൻകി ബി ആയു ഹേ നയി സോ പുരാനി.
പുരാനി സോ ഫിർ നയി ഹോത്തി ഹെ. അതായത് ബാബ പറയാണ്, അതുപോലെ തന്നെ ഈ സൃഷ്ടി, ആ സൃഷ്ടിയുടെ ആയുസ്സും ഇങ്ങനെ തന്നെയാണ്. പഴയതിൽ നിന്നും പുതിയതായി മാറും, പിന്നീട് പുതിയതിൽ നിന്നും പഴയതായി മാറും. അങ്ങനെയാണ് ഈ സൃഷ്ടിയും അങ്ങനെ തന്നെയാണെന്ന് ബാബ പറയാം. യഹ് തോ സബ് ജാൻതേ ഹെ, സത്യയുഗ് മേം ഭാരതി ഹി ദാ, ഉൻമേം ദേവി ദേവതാവോം കാ രാജ്യത, ഗോഡ് ഗോഡസ് കാ രാജ്യത. ബാബ പറയാണ്, ഇതറിയാം എല്ലാവർക്കും. അതായത് സത്യയുഗം ഭാരതത്തിൽ തന്നെയായിരുന്നു. ഈ ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യം ഉണ്ടായിരുന്നു ഇവിടെ, അല്ലെ? ദേവി ദേവതമാരുടെ രാജ്യം, ഭഗവാൻ ഭഗവതിയുടെ രാജ്യം എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അതും ഭാരതത്തിൽ തന്നെയായിരുന്നു എന്ന് ബാബ പറയാം. അച്ഛാ ഫിർ ക്യാ ഹുവ, പിന്നീട് എന്ത് സംഭവിച്ചു, അല്ലെ? ഇവരൊക്കെ എവിടെ പോയി? ഈ ലക്ഷ്മി നാരായണൻ എവിടെ പോയി? ഈ സ്വർഗം എവിടെ പോയി? ബാബ ചോദിക്കാണ്. ഉനോനെ പുനർജന്മലിയ. അപ്പൊ ബാബ പറയാണ്, അവര് ലക്ഷ്മി നാരായണന്മാര് പുനർജന്മം എടുത്തുകൊണ്ടിരുന്നു, അല്ലെ? അപ്പൊ ലക്ഷ്മി നാരായണൻ എന്ന് പറയുന്നത് ഒരു ജന്മത്തിലാണ് ലക്ഷ്മി നാരായണൻ രാജ്യം ഭരിക്കുക, അതായത് സത്യയുഗത്തിലെ ഫസ്റ്റ് ജന്മത്തില്. പിന്നീട് പുനർജന്മം എടുത്തെടുത്തെടുത്ത് വരുമ്പോൾ അവരുടെ പേരും രൂപവും എല്ലാം മാറും, അല്ലെ? അതാണ് ബാബ പറയുന്നത്. പിന്നീട് അവർ പുനർജന്മം എടുത്തുകൊണ്ട് പോയി. സദോ പ്രധാൻ സേ സദോ, സദോ സേ രജോ, തമോ മേ മായി. അല്ലെ? പുനർജന്മം എടുക്കും തോറും ആത്മാവിലെ കലകള് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കുറയും. അപ്പോൾ സദോ പ്രധാനമായിരുന്നു ലക്ഷ്മി നാരായണന്മാര്. പിന്നീട് പുനർജന്മം എടുത്തെടുത്ത് എന്തായി മാറി? സദോയിൽ നിന്ന് രജോയായി, പിന്നീട് രജോയിൽ നിന്നും തമോയുമായി. കാരണം ആ ആത്മാവിലെ ക്വാളിറ്റികൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ്, കലകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നതിനനുസരിച്ചാണ് ഈ സദോ രജോ തമോയൊക്കെ ആയിട്ട് മാറുന്നതെന്ന് ബാബ പറയാം. ഇത്തിനെ ജന്മലിയ. അതായത് ബാബ പറയാണ്, നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടല്ലോ, സത്യയുഗത്തിൽ അവർ ഇത്ര ജന്മമെടുക്കും, പിന്നെ ത്രേതായുഗത്തില് ഇത്ര, ദ്വാപരയുഗത്തില്, കലിയുഗത്തില്, അങ്ങനെ ഓരോ യുഗത്തിലും ഇത്ര ജന്മങ്ങൾ എടുക്കുന്നുണ്ട് ആത്മാക്കള്. ഭാരത് മേം 5000 वर्ष पहले जब लक्ष्मी नारायण का राज्य था तो वहां मनुष्यों की आयु एवरेज 125 to 150 years होती है. ബാബ പറയാണ്, ഭാരതത്തില്, അതായത് 5000 വർഷം മുൻപ് ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ബാബ പറയാ, മനുഷ്യരുടെ ആയുസ് ഏവറേജ് 125-150 വയസ്സ് വരെ ആയുസ് ഉണ്ടായിരുന്നു. എപ്പോഴാണ്? സത്യയുഗത്തില് ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യം ഉണ്ടായിരുന്നപ്പോൾ. അപ്പോഴത്തെ ആയുസ്സാണ് ബാബ പറയുന്നത്. ഉസ്കോ അമർലോക് കഹാ ജാതാ ഹെ. അതുകൊണ്ടാണ് അതിനെന്താ പറയാ, സത്യത്രേതായുഗത്തിനെ അമരലോകം എന്നാണ് പറയുക. കാരണം മരണമില്ലാത്തതെന്ന് പറയും. അപ്പൊ മരണമില്ലാത്തത് എന്ന് പറഞ്ഞാൽ മരണമില്ല, അതല്ല അർത്ഥം. ആയുസ് എത്തിയിട്ടേ ശരീരം വിടുള്ളൂ, അല്ലെ? അതായത് 150 വയസ്സ് വരെ ആയുസ്സുണ്ടെങ്കിൽ 150 വയസ്സ് വരെ ജീവിച്ചിട്ടേ ആ ശരീരം ഉപേക്ഷിക്കുള്ളൂ ആത്മാവ്. അതുകൊണ്ടാണ് അമരലോകം എന്ന് പറയുന്നത്. അതുമാത്രല്ല, അവിടെ അകാല മൃത്യു, അല്ലെ? വയസ്സ് എത്തുന്നതിനേക്കാളും മുൻപ് മൃത്യു സംഭവിക്കുക, അങ്ങനെയുമില്ല. അകാല മൃത്യുവും അവിടെ ഇല്ല. അതുകൊണ്ടാണ് അമരലോകം എന്ന് പറയുന്നത്. യഹ് ഹേ മൃത്യുലോക്. ഇതാണെങ്കിലോ മൃത്യുലോകമാണ്. അമർ ലോകമേ മനുഷ്യ അമർ രഹത്തെ ഹെ, ആയു ബഡി രഹത്തി ഹെ. അമരലോകത്തില് മനുഷ്യര് അമരന്മാരായിട്ടിരിക്കും. അമരന്മാരെന്ന് പറയുമ്പോൾ ആയുസ് അത്രയും കൂടുതലാണെന്ന് ബാബ പറയാം. സത്യയുഗമേ പവിത്ര ഗൃഹസ്ഥ ആശ്രം ദ വൈസ്ലസ് വേൾഡ് കഹാ ജാതാ ഹെ. അതായത് സത്യയുഗത്തില് പവിത്രമായ ഗൃഹസ്ഥാശ്രമമായിരുന്നു, അല്ലെ? ഗൃഹസ്ഥത്തിലായിരുന്നു ഇരുന്നിരുന്നത്, പക്ഷെ പവിത്രമായിട്ടിരുന്നിരുന്നു. അതാണ് പവിത്ര ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, സത്യയുഗത്തെയാണ് പവിത്ര ലോകം എന്നും പറയുന്നത്. അബിഹെ വിഷസ് വേൾഡ്. ഇപ്പോഴാണെങ്കിലോ വികാരി ദുനിയായി, അല്ലെ? വികാരി ലോകമായിട്ട് മാറി. അബി തും ബച്ചെ ജാൻതേ ഹോ ഹം ശിവബാബാക്കി സന്താൻ ഹേ. ഇപ്പൊ നമ്മൾ കുട്ടികൾക്കറിയാം, നമ്മളെല്ലാവരും ആരാണ്? ശിവബാബയുടെ കുട്ടികളാണ്, ശിവബാബയുടെ മക്കളാണ് നമ്മൾ. വർഷ ശിവബാബാസെ മിൽത്താ ഹെ. സമ്പത്ത് ആരിൽ നിന്നാണ് നമുക്ക് കിട്ടുക? ശിവബാബയിൽ നിന്നാണ് ലഭിക്കുക. യഹ് ദാദ വഹ് ഡാഡ. അതായത് ഇത് ദാദയും ഇത് ഗ്രാൻഡ് ഫാദറുമാണെന്ന് പറയാം. അതായത് ഒന്ന് ബ്രഹ്മബാബ ദാദയാണ്, അതുപോലെ തന്നെ ശിവബാബ ഗ്രാൻഡ് ഫാദറുമാണ്. വർഷ ഡാഡേക്ക മിൽത്താ ഹെ. മുത്തച്ഛനിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുക.
ഡാഡേ കി പ്രോപ്പർട്ടി പർ സബ് കാ ഹക്ക് രഹ്താ ഹെ. അല്ലെ, മുത്തച്ഛന്റെ സമ്പത്തില് എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് ബാബ പറയാം. ബ്രഹ്മാക്കോ കഹാ ജാത്താ ഹെ പ്രജാപിത. ബ്രഹ്മാവിനെ എന്താ പറയാ? പ്രജാപിത, ബ്രഹ്മ, അങ്ങനെയാണല്ലോ പറയാ. ഏദം, ഈവ്, ആദം ബീബി, അല്ലെ, അതായത് ആദം, അതുപോലെ ആദം ബീബി, ആദം ഈവ്, അങ്ങനെയൊക്കെ പറയും അല്ലെ. വഹ് ഹെ നിരാകാർ ഗോഡ് ഫാദർ. പക്ഷെ ബാബ നിരാകാരനായ അച്ഛനാണ്. യഹ് പ്രജാപിത ഹോ ഗയാ സാകാരി ഫാദർ. പ്രജാപിതാവിനെ എന്താ പറയാ? സാകാരി, അല്ലെ, അതായത് ശരീരമുണ്ട് പ്രജാപിതാവിന്, അതുകൊണ്ട് തന്നെ സാകാരി അച്ഛനാണ്. പക്ഷെ ശിവബാബയാണെങ്കിലോ നിരാകാരി അച്ഛനാണ്. കാരണം ശിവബാബയ്ക്ക് ശരീരമില്ലാത്തത് കൊണ്ട് നിരാകാരനാണ്. പക്ഷെ ബ്രഹ്മബാബയ്ക്ക് ശരീരമുള്ളത് കൊണ്ട് സാകാരത്തിലാണ്, അല്ലെ. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഇൻകോ അപ്പന ശരീർ ഹെ, ശിവബാബാക്കോ അപ്പന ശരീർ നഹി ഹെ, तो तुमको वर्षा मिलता है ശിവബാബാ സെ ബ്രഹ്മദ്വാര. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ കുട്ടികൾക്ക് എങ്ങനെയാണ് സമ്പത്ത് ലഭിക്കുന്നത്? ശിവബാബയിൽ നിന്നും ബ്രഹ്മാവിലൂടെ. കാരണം ബ്രഹ്മ ശരീരത്തിലേക്കാണ് ശിവബാബ പ്രവേശിച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് ജ്ഞാനം നൽകുന്നത്. അപ്പം നമുക്ക് സമ്പത്തും ലഭിക്കുന്നത് ശിവബാബയിൽ നിന്നാണ്. പക്ഷെ ആരിലൂടെയാണ് ലഭിക്കുന്നത്? ബ്രഹ്മാവിലൂടെ, ബ്രഹ്മബാബയിലൂടെയാണ് നമ്മൾ കുട്ടികൾക്ക് സമ്പത്ത് ലഭിക്കുന്നത്. ഡാഡേക്ക് മിൽക്കിയത്ത് മിലേഗീത്തോ ബാപ്പ് ദ്വാരാന. ബാബ പറയാം മുത്തച്ഛന്റെ സമ്പത്ത് തീർച്ചയായിട്ടും അച്ഛനിലൂടെ തന്നെയല്ലേ കിട്ടുകയുള്ളൂ എന്ന് ബാബ പറയാം. ശിവബാബ സേ ബി ബ്രഹ്മദ്വാര തും ഫിർ മനുഷ്യസെ ദേവത ബൻ രഹേ ഹോ. ബാബ പറയാണ് ശിവബാബ നമ്മൾ കുട്ടികളെ ബ്രഹ്മാവിലൂടെയാണ് മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നത്. മനുഷ്യസെ ദേവത കിയേ കറത്ത് നാ ലാഗി വാർ കിസ്നെ ബനായ. അതായത് നമ്മൾ മനുഷ്യനിൽ നിന്നും ദേവതയായിട്ട് മാറുന്നത് ഒരു യുദ്ധം ചെയ്തിട്ടൊന്നുമല്ല എന്ന് ബാബ പറയാ. ആരാണ് നമ്മളെ അങ്ങനെയാക്കി മാറ്റുന്നത്? സ്വയം ഭഗവാനാണ് നമ്മളെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നത്. മഹിമ കർത്തേ ഹേന ഗ്രന്ഥമേം. ഇപ്പൊ ഗ്രന്ഥത്തിലൊക്കെ മഹിമയുണ്ട്. മഹിമ ബഹുത്ത് ഹേ. ബാബ പറയുന്നത് ഒരുപാട് മഹിമയുണ്ട്, അല്ലെ. ബാബയ്ക്ക് ഒരുപാട് മഹിമയുണ്ട്. ജൈസെ ബാബ കഹത്തെ ഹേ അൽഫ് കോ യാദ് കരോ തോ ബേ ബാദ്ഷാഹി തുമാരി. ബാബ പറയാണ് നിങ്ങൾ അള്ളാഹുവിനെ ഓർമ്മിക്കൂ, അപ്പോൾ ചക്രവർത്തി പദവി നിങ്ങളുടേതായിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ ഓർമ്മിക്കുക. അപ്പോൾ ഭഗവാന്റെ സമ്പത്തും നമുക്ക് സ്വന്തമാണ്. ഗുരു നാനാക്ക് ബി കഹത്തെ ജബ് സാഹിബ് കോ തോ സുഖ് മില. ഗുരുനാനാക്കും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭഗവാനിൽ നിന്നും അത്രയ്ക്കും സുഖമാണ് ലഭിക്കുന്നതെന്ന്. ഉസ് നിരാകാർ അകാല മൂർത്ത് ബാപ്പ് കി ഹി മഹിമ ഗാത്തെ ഹെ. അതായത് ആ നിരാകാരനായ അകാല മൂർത്തിയായ ബാബയുടെ തന്നെയാണ് മഹിമ പാടുന്നത്. അബി ബാപ്പ് കോ ഹി യാദ് കർത്തേ ഹെ. ഇപ്പൊ നമ്മൾ ബാബയെ മാത്രമാണ് ഓർമ്മിക്കേണ്ടത്. ലഡായി പൂരി ഹോഗി ഫിർ ലക്ഷ്മി നാരായണൻ കെ രാജ്യമേ ഏക് ഹി ധർമ്മ ഹോഗ. ഇപ്പൊ ബാബ പറയാണ് ഈ യുദ്ധമെല്ലാം അവസാനിക്കുമ്പോൾ പിന്നീട് ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യമായിരിക്കും. അവിടെ ഒരേ ഒരു ധർമ്മം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അല്ലെ. അതിസനാതന ദേവി ദേവത ധർമ്മം മാത്രമേ ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യത്തിൽ ഉണ്ടായിരിക്കുള്ളൂ. യഹ് സമജനേക്കി ബാത്തേ ഹെ. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഭഗവാൻ ഉവാജ് പതീത് പാവൻ ജ്ഞാൻ കാ സാഗർ ഭഗവാൻ കോ കഹാ ജാതാ ഹെ. ഭഗവാൻ ഉവാജയാണ് പതീത പാവനെന്നും ജ്ഞാനസാഗരനെന്നും ബാബയെ തന്നെയാണ് പറയുക. ഭഗവാനെ തന്നെയാണ് പതീത പാവൻ എന്നും അതുപോലെ ജ്ഞാനത്തിന്റെ സാഗരമെന്നും പറയുന്നത്. വഹി ദുഃഖ് ഹർത്ത സുഖ കർത്ത ഹേ. ഇപ്പൊ ബാബ ദുഃഖത്തെ ഹരിക്കുന്നവനുമാണ്, സുഖം നൽകുന്നവനുമാണ്, അല്ലെ. അതുകൊണ്ടാണ് ബാബയെ എന്ത് പറയുന്നത്? ഭഗവാൻ എന്ത് പറയുന്നത്? ദുഃഖ് ഹർത്ത സുഖ കർത്ത. ജബ് ഹം ബാപ്പ് കെ ബച്ചേ ഹേ തോ ജരൂർ ഹം സുഖമേം ഹോനെ ചാഹിയേ. അതായത് നമ്മൾ ബാബയുടെ കുട്ടികളാണ് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾക്ക് സുഖത്തിലാണ് ഇരിക്കേണ്ടത്, അല്ലെ. സുഖം തീർച്ചയായിട്ടും വേണം. കാരണം സുഖം നൽകുന്നയാളാണ് ബാബ. അപ്പം നമ്മൾ ബാബയുടെ കുട്ടികൾക്ക് എങ്ങനെയായിരിക്കണം? സുഖത്തിലായിരിക്കണം എന്ന് ബാബ പറയാ. ബരോബർ ഭാരതവാസി സത്യയുഗമേന്തേ.
അതായത് ഭാരതവാസികൾ തന്നെയായിരുന്നു സത്യയുഗത്തിൽ ഉണ്ടായിരുന്നത്. ബാക്കി സബ് ആത്മായേം ശാന്തി ധാമേന്തി. അപ്പോൾ നമ്മൾ കുട്ടികൾ ഭാരതവാസികൾ സത്യയുഗത്തിലായിരിക്കുമ്പോൾ ബാക്കി ധർമ്മത്തിൽപ്പെട്ട എല്ലാ ആത്മാക്കളും എവിടെയായിരിക്കും? ശാന്തിധാമത്തിലായിരിക്കുമെന്ന് ബാബ പറയാം. അഭി തോ സബ് ആത്മായേ യഹാം ആ രഹി ഹെ. ഇപ്പോൾ എല്ലാ ആത്മാക്കളും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫിർ ഹം ജാക്കർ ദേവി ദേവത ബനേങ്കെ. പിന്നീട് നമ്മൾ പോയിട്ടാണ് വീണ്ടും ദേവി ദേവതമാരായിട്ട് മാറുന്നത്. സ്വർഗമേ പാർട്ട് ബജാത്തെ ഹെ. യഹ് പുരാനി ദുനിയാ ഹെ ദുഃഖദാം, നയി ദുനിയാ ഹെ സുഖദാം. അപ്പം നമ്മൾ കുട്ടികൾ ദേവി ദേവതമാരായി പോയിട്ട് സ്വർഗത്തിൽ രാജ്യം ഭരിക്കും. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിലോ ഇത് ദുഃഖധാമമാണ് അല്ലേ. ഇനി പുതിയ ലോകം വരും. ആ പുതിയ ലോകത്തെയാണ് എന്ത് പറയുന്നത്? സുഖധാമം. പുരാന ഗർ ഹോത്താ ഹേ തോ ഫിർ ഉന്മേം ചൂഹേ സർപ്പ് ആദി നിക്കൽത്തേ ഹേ. അപ്പൊ ബാബ പറയാണ്, ഇപ്പൊ വീട് വളരെ പഴയതാണെന്ന് കരുതുക. അപ്പൊ ബാബ പറയാണ് ആ വീട്ടിൽ നിന്നും എലികളും പാമ്പും ഒക്കെ വരും. വീട് പഴയതാകുമ്പോ അങ്ങനെയാണല്ലോ. യഹ് ദുനിയാബി ഏസി ഹേ. ബാബ പറയാണ് ഈ ലോകവും അങ്ങനെ തന്നെയാണ്. കാരണം അത്രയ്ക്കും മോശമായില്ലോ ലോകം. അതിനെയാണ് ബാബ പറയുന്നത്. ഇസ് കൽപ്പ് കി ആയു 5000 വർഷ ഹെ. ഒരു കൽപ്പത്തിന്റെ ആയുസ് എത്രയാണ്? 5000 വർഷമാണ് എന്ന് ബാബ പറയാ. അബി ഹെ അന്ത്. ആ 5000 വർഷത്തിന്റെ അന്തിമം എത്തിക്കഴിഞ്ഞു ഇപ്പോൾ. കാരണം കൽപ്പത്തിന്റെ അവസാനമാണിത്. 5000 വർഷമാണല്ലോ ഒരു കൽപ്പം. അപ്പോൾ ഇത് കൽപ്പത്തിന്റെ അന്തിമമായി കഴിഞ്ഞു. ഗാന്ധിജി ബി ചാത്തേ ദേ നയി ദുനിയ നയി ഡൽഹി ഹോ രാമരാജ്യ ഹോ. ഗാന്ധിജിയും ഇത് ആഗ്രഹിച്ചിരുന്നു. പുതിയ രാജ്യം വേണം, പുതിയ ഡൽഹി വേണം, അതായത് രാമരാജ്യം വേണം. ഇതൊക്കെ ഗാന്ധിജിയും ആഗ്രഹിച്ചിരുന്നു എന്ന് ബാബ പറയാം. പരന്തു യഹ്തോ ബാപ്പ് കാ ഹി കാം ഹേ. പക്ഷേ പുതിയ ലോകം കൊണ്ടുവരേണ്ടതും രാമരാജ്യം കൊണ്ടുവരേണ്ടതും ബാബയുടെ ജോലിയാണെന്ന് പറയാം. അത് ബാബയ്ക്കേ സാധിക്കുള്ളൂ. മനുഷ്യർ എത്ര തന്നെ അതിനായിട്ട് പരിശ്രമിച്ചാലും നടക്കുന്ന കാര്യമല്ല. ഇത് ബാബയ്ക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതാണ് ബാബയുടെ ജോലിയാണിതെന്ന് ബാബ പറയുന്നത്. ദേവതാവോം കെ രാജ്യക്കോ ഹി രാമരാജ്യ കഹത്തെ ഹെ. ദേവതമാരുടെ രാജ്യമുണ്ടല്ലോ അതിനെയാണ് രാമരാജ്യം എന്ന് പറയുന്നത്. പഹലെ തോ രാധേ കൃഷ്ണ ദോനം അലഗ് അലഗ് രാജധാനി കെ ഹെ. ഫിർ ഉനോം കി സഗായി ഹുയി തോ ലക്ഷ്മി നാരായൺ ബൻതേ ഹെ. ബാബ പറയാണ് ആദ്യം ഈ രാധയും കൃഷ്ണനുണ്ടല്ലോ ഇവര് രണ്ടുപേരും വേറെ വേറെ രാജധാനിയിലേതായിരുന്നു. പിന്നീട് അവരുടെ സ്വയംവരത്തിന് ശേഷമാണ് എന്തായിട്ട് മാറുന്നത്? ലക്ഷ്മി നാരായണനായിട്ട് മാറുന്നത്. രണ്ടുപേരും വേറെ വേറെ രാജധാനിയിലേതായിരുന്നു എന്ന് ബാബ പറയാം. ജരൂർ ഈ സമയ ഏസേ കർമ്മ കർത്തേ ഹോങ്കെ. അപ്പൊ ബാബ പറയാണ് അവരങ്ങനെ ലക്ഷ്മി നാരായണനായിട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ സമയത്ത് അങ്ങനെയുള്ള കർമ്മം ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അത്രയും ശ്രേഷ്ഠമായ കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ ലക്ഷ്മി നാരായണ പദവിയിലേക്ക് വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ ലക്ഷ്മി നാരായണ പദവിയിലേക്ക് അവർ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ സമയത്ത് അല്ലെ ഈ സംഗമയുഗത്തില് തീർച്ചയായിട്ടും അവരങ്ങനെ ശ്രേഷ്ഠ കർമ്മം ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ പദവി ലഭിച്ചിട്ടുള്ളത്. ബാപ്പ് തുംകോ കർമ്മ അകർമ്മ വികർമ്മ കി ഗതി ബൈട്ട് സമജാത്തേ ഹെ. ബാബ നമ്മൾ കുട്ടികൾക്ക് കർമ്മം എന്താണ്, അകർമ്മം എന്താണ്, വികർമ്മം എന്താണ്, ഇതെല്ലാ കാര്യങ്ങളും ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. രാവൺ രാജ്യമേ മനുഷ്യ ജോ കർമ്മ കരേങ്കെ വഹ കർമ്മ വികർമ്മ ബൻ ജാത്തേ ഹെ. ബാബ പറയാണ് രാവണ രാജ്യത്തില് മനുഷ്യര് എന്ത് കർമ്മം ചെയ്താലും അത് വികർമ്മമായിട്ട് തന്നെയാണ് മാറുന്നതെന്ന് ബാബ പറയാ. സത്യയുഗമേ കർമ്മ അകർമ്മ ഹോത്തേ ഹെ. സത്യയുഗത്തിലാണെങ്കിലോ കർമ്മം അകർമ്മമാണ്. കാരണം ആ ഒരു കർമ്മത്തിലൂടെ പാപമോ പുണ്യമോ ഉണ്ടാകുന്നില്ല അല്ലെ, ന്യൂട്രൽ ആണ്. പക്ഷെ രാവണ രാജ്യത്തിൽ എങ്ങനെയാണ്? കർമ്മം വികർമ്മമായിട്ടാണ് മാറുന്നത്. കാരണം അതൊരു പാപകർമ്മമായിട്ട് മാറുക. അപ്പൊ അതുകൊണ്ട് അതിന്റെ കർമ്മത്തിന്റെ ഫലവും അതിനനുസരിച്ചായിരിക്കും ലഭിക്കുക. പക്ഷെ സത്യയുഗത്തിലാണെങ്കിലോ കർമ്മം അകർമ്മമാണ്. ഗീതാമേമ്പി പരന്തു നാം ബദല്യ. ഗീതയിലും അങ്ങനെയാണല്ലോ, പേര് മാറ്റി. യഹ് ഹേ ബോൽ. ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. ഗീതയില്
ഭഗവാന്റെ പേരിടേണ്ടടുത്ത് ശ്രീകൃഷ്ണന്റെ പേര് ചേർത്തു അല്ലേ. ബാബയുടെ പേരാണ് ചേർക്കേണ്ടത്, കാരണം ബാബയാണല്ലോ ഗീതയുടെ ഭഗവാൻ. അപ്പൊ ബാബ പറയാണ് ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. കൃഷ്ണ ജയന്തി തോ ഹോത്തി ഹേ സത്യയുഗമേ. ബാബ പറയാണ് കൃഷ്ണ ജയന്തി അത് സത്യയുഗത്തിലാണെന്ന് പറയാ ബാബ. ശിവ ഹേ നിരാകാർ പരംപിത ശ്രീകൃഷ്ണത്തോ സാകാർമേ ഹേ. അതായത് ബാബ പറയാണ് ശിവൻ അതായത് നിരാകാരനായ പരംപിത പരമാത്മാവാണ് ശിവഭഗവാൻ. ശ്രീകൃഷ്ണനാണെങ്കിലോ സാകാരത്തിലാണ്. അപ്പൊ ശ്രീകൃഷ്ണന് ശരീരമുണ്ട്, അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ സാകാരിയാണ്. പക്ഷെ ബാബയാണെങ്കിലോ ശരീരമില്ലാത്തത് കൊണ്ട് ബാബ നിരാകാരനാണ്. മാത്രമല്ല ബാബ പരമപിതാവാണ് അല്ലെ. എല്ലാ ആത്മാക്കളുടെയും പിതാവായതുകൊണ്ട് ബാബ പരമപിതാവാണ്. പഹലെ ശിവ ജയന്തി ഹോത്തി ഹേ ഫിർ ശ്രീകൃഷ്ണ ജയന്തി ഭാരത് മേ ഹി മനാത്തെ ഹേ. ഭാരതത്തിൽ തന്നെയാണ് ആദ്യം ശിവജയന്തിയാണ് വരിക അല്ലെ. നമ്മൾ നോക്കുമ്പോൾ വർഷത്തിൽ ആദ്യം വരുന്നത് ശിവജയന്തി അഥവാ ശിവരാത്രി, പിന്നീടാണ് വരുന്നത് ശ്രീകൃഷ്ണ ജയന്തി. ബാബ പറയാണ് शिवरात्रि कहते हैं बाप आकर भारत को स्वर्ग का राज्य देते हैं. ശിവജയന്തി കെ ബാദ് ശ്രീകൃഷ്ണ ജയന്തി. അപ്പോൾ ബാബ തന്നെ വന്നിട്ടാണ് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റിയത് അല്ലെ. ഭാരതത്തിന് സ്വർഗീയ രാജ്യം തന്നതാരാണ്? ബാബയാണ്. അപ്പം ആ ബാബയുടെ ഓർമ്മയ്ക്ക് തന്നെയാണ് നമ്മൾ എന്താഘോഷിക്കുന്നത്? ശിവജയന്തി ആഘോഷിക്കുന്നത് എന്ന് ബാബ പറയാം. ശിവജയന്തിക്ക് ശേഷം എന്ത് വരും? ശ്രീകൃഷ്ണ ജയന്തി. പിന്നെ ബാബ പറയാണ് അതിനിടയിൽ വരുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ട്, അതാണ് രാഖി. ക്യോംകി പവിത്രത ചാഹിയേ. കാരണം പവിത്രത വേണം. ഭഗവാൻ വന്ന് നമുക്ക് ജ്ഞാനം തരുമ്പോൾ ആ ജ്ഞാനത്തിലൂടെ പവിത്രമായിട്ട് ജീവിക്കുമ്പോഴാണ് നമ്മൾ എന്തായി മാറുന്നത്? ശ്രീലക്ഷ്മി ശ്രീനാരായണൻ അല്ലെ, അല്ലെങ്കിൽ രാധാകൃഷ്ണനൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പൊ അതിനെന്ത് വേണം? മുഖ്യമായിട്ട് പവിത്രത. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് രാഖി അതിനിടയിൽ വരുന്നതെന്ന് ബാബ പറയാം. പുരാനി ദുനിയാക്ക വിനാശ് ബി ചാഹിയേ. ബാബ പറയാണ് ഈ പഴയ ലോകത്തിന്റെ വിനാശവും എന്ത് തന്നെയായാലും ഈ വിനാശം സംഭവിക്കണം. ഫിർ ലഡായി ലഗ്തി ഹേ तो सब खत्म हो जाते हैं, फिर तुम आकर नई दुनिया में राज्य करेंगे. അപ്പൊ ബാബ പറയാണ് ഈ യുദ്ധമെല്ലാം ആരംഭിക്കുമ്പോൾ എല്ലാം അവസാനിക്കും. എല്ലാം അവസാനിച്ചതിന് ശേഷം നിങ്ങൾ കുട്ടികൾ പിന്നീട് വന്ന് ഈ പുതിയ ലോകത്തിൽ രാജ്യം ഭരിക്കുമെന്ന് ബാബ പറയാം. തും ഇസ് പുരാനി ദുനിയ മൃത്യു ലോക കെ ലിയേ നയി പഠിത്തേ ഹോ. നിങ്ങൾ കുട്ടികൾ ഈ ബാബ പറയാണ് ഈ പഴയ ലോകം അതുപോലെ ഈ മൃത്യു ലോകേലിയെ നഹി പഠിത്തേ ഹോ. നിങ്ങൾ ഈ പഴയ ലോകത്തിലേക്കോ അല്ലെങ്കിൽ മൃത്യു ലോകത്തിലേക്കോ വേണ്ടിയിട്ടല്ല നിങ്ങൾ പഠിക്കുന്നത്. തുമാരി പടായി ഹേ നയി ദുനിയ അമർ ലോക കേലിയെ. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഈ മൃത്യു ലോകത്തിൽ ഇരുന്നിട്ടാണ്. പക്ഷെ ബാബ പറയാണ് നിങ്ങൾ പഠിക്കുന്നത് ഈ മൃത്യു ലോകത്തിന് വേണ്ടിയിട്ടല്ല. നിങ്ങൾ പഠിക്കുന്നത് എന്തിനാണ്? പുതിയ ലോകത്തിലേക്ക് അല്ലെ, സത്യയുഗത്തിലേക്ക്, സ്വർഗത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പഠിപ്പാണ് നമ്മൾ ഈ മൃത്യു ലോകത്തിൽ ഇരുന്ന് ചെയ്യുന്നത്. തുമാരി പടായി ഹേ നയി ദുനിയ അമർ ലോക കേലിയെ ഏസാ തോ കോയി കോളേജ് നഹി ഹോഗ. ഇങ്ങനെ ഒരു കോളേജ് ഒന്നും ഒരു സ്ഥലത്തും ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാ അല്ലെ. അതായത് ഇപ്പൊ പഠിക്കുന്നു, പക്ഷെ ഭാവിയിലാണ് അതിന്റെ പ്രാപ്തി ലഭിക്കുള്ളൂ. സാധാരണ കോളേജിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ ജന്മത്തിൽ തന്നെ അതിന്റെ പ്രാപ്തി ലഭിക്കും അല്ലെ. പക്ഷെ ഇവിടെ നമ്മൾ ഈ ജന്മത്തില് ഈ മൃത്യു ലോകത്തിൽ ഇരുന്ന് പഠിക്കുന്നതിന്റെ പ്രാപ്തി നമുക്ക് ലഭിക്കുന്നത് എവിടെയാണ്? വരാൻ പോകുന്ന സത്യയുഗത്തിൽ, സ്വർഗത്തിലാണ് നമുക്കതിന്റെ പ്രാപ്തി ലഭിക്കുന്നതെന്ന് ബാബ പറയാം. अब बाप कहते हैं इस मृत्यु लोक का अंत है, इसलिए जल्दी पढ़कर होशियार होना चाहिए. അപ്പൊ ബാബ പറയാണ് ഇപ്പൊ ഈ മൃത്യു ലോകത്തിന്റെ അന്തിമമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ കുട്ടികൾ വേഗത്തിൽ തന്നെ പഠിച്ച് സമർത്ഥരാകൂ എന്ന് പറയാ അല്ലെ. ബാബ തരുന്ന ഓരോ ജ്ഞാന പോയിന്റുകളും നമ്മൾ പെട്ടെന്ന് തന്നെ ധാരണ ചെയ്യാനാണ് ബാബ പറയുന്നത്. അങ്ങനെ നിങ്ങൾ വളരെ സമർത്ഥരായിട്ട് ബുദ്ധിമാന്മാരായിട്ട് മാറൂ എന്ന് പറയാ ബാബ. വഹ് ബാപ്പ് ബി ഹേ പതീത് പാവൻ ബി ഹേ പടാത്തേ ബി ഹേ. അതായത് ബാബയുമാണ്, അച്ഛനുമാണ്, അതുപോലെ പതീത് പാവനനുമാണ്, അതുപോലെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തോ യഹ് ഗോഡ് ഫാദർലി യൂണിവേഴ്സിറ്റി ഹേ. അപ്പം അതുകൊണ്ട് ഇത് എന്താണ്? ഗോഡ് ഫാദർലി യൂണിവേഴ്സിറ്റിയാണ്.
ഭഗവാനുവാച്ച് ഹേന, ഇത് ഭഗവാന്റെ വാക്കുകളാണ്. കൃഷ്ണത്തോ സത്യയുഗ കാ പ്രിൻസ് ഹേ, ശ്രീകൃഷ്ണനാണെങ്കിലോ സത്യയുഗത്തിന്റെ രാജകുമാരനാണ്. വഹബി ശിവബാബാസെ വർസാലേത്തെ ഹേ, ശ്രീകൃഷ്ണനും ആരിൽ നിന്നാണ് സമ്പത്തെടുക്കുന്നത്? ശിവബാബയിൽ നിന്നാണ് സമ്പത്തെടുക്കുന്നത്. ഇസ് സമയ സബ് ഭവിഷ്യ കെ ലിയെ വർഷ ലേ രഹേ ഹേ, ഫിർ ജിത്തന പടേങ്കെ ഉത്തന വർഷ മിലേഗ. ബാബ പറയാണ്, ഈ സമയത്ത് എല്ലാവരും ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബാബ പറയാണ്, പിന്നെ എന്താണ്, എല്ലാവരും സമ്പത്തും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എത്രമാത്രം പഠിക്കുന്നുവോ അത്രയും എന്ത് ലഭിക്കും? സമ്പത്ത് ലഭിക്കുമെന്ന് ബാബ പറയാം. നെഹി പഠേങ്കേത്തോ പദ് കം ഹോ ജായേഗ, അഥവാ നിങ്ങൾ പഠിക്കുന്നില്ല എങ്കിൽ ബാബ പറയാണ് പദവിയും കുറയും. ഇപ്പൊ സാധാരണ നമ്മൾ സ്കൂളിലെല്ലാം അങ്ങനെയാണല്ലോ, നല്ല രീതിയിൽ നന്നായി പഠിച്ചു മുന്നേറുമ്പോൾ നല്ല ഉയർന്ന പദവിയിലേക്ക് പ്രാപ്തമാകും. പഠിച്ചില്ല എങ്കിലോ ചെറിയ ചെറിയ പദവിയെ കിട്ടും, ചെറിയ ചെറിയ ജോലികളല്ലേ കിട്ടുള്ളൂ. അതാണ് ഇവിടെയും അങ്ങനെ തന്നെയാണ് ബാബ പറയുന്നത്. എത്രമാത്രം നിങ്ങൾ പഠിക്കുന്നുവോ അത്രയും നിങ്ങൾക്ക് ഉയർന്ന പദവി ലഭിക്കും. അഥവാ പഠിച്ചില്ലെങ്കിൽ പദവി കുറയുമെന്ന് ബാബ പറയാം. കഹാംബി രഹോ പഠിത്തേ രഹോ, നിങ്ങൾ എവിടെ ഇരുന്നോളൂ, പക്ഷേ നിങ്ങൾ പഠിക്കൂ, പഠിപ്പ് നിങ്ങൾ ഒരിക്കലും മുടക്കരുതെന്ന് ബാബ പറയാം. മുരളി തോ വിലായത്ത് മേം ബി ജാ സക്തി ഹെ, അതായത് വിദേശത്തും മുരളിയൊക്കെ ലഭിക്കും. ബാബ റോസ് സാവധാനി ബി ദേത്തെ രഹത്തെ ഹെ, ബച്ചേ ബാപ്പു കോ യാദ് കരോ ഇസ്സെ തുമാരെ വികർമ്മ വിനാശ് ഹോങ്കെ. ബാബ നമ്മളെ പതിവ് ഡെയിലി എന്ന് പറയുന്നത് പോലെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കുട്ടികളെ, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, അപ്പോഴാണ് നിങ്ങളുടെ വികർമ്മമെല്ലാം വിനാശമാകുന്നത്. ബാബയെ ഓർമ്മിക്കൂ എന്ന് ബാബ നമ്മളെ മുന്നറിയിപ്പ് തരാണ്, ഓർമ്മിപ്പിക്കുകയാണ് ബാബ. ആത്മാമേം ജോ ഖാദ് പടി ഹേ വഹ് നിക്കൽ ജായേഗി, ആത്മാവിൽ എന്തെല്ലാം കറകളാണോ ഉണ്ടായിട്ടുള്ളത്, എന്തെല്ലാം കറകളാണോ ആത്മാവിൽ പറ്റിയിരിക്കുന്നത്, അതെല്ലാം ഇല്ലാതാകും. എങ്ങനെയാണെങ്കിൽ നമ്മൾ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുകയാണെങ്കിൽ. ആത്മാ 100% പ്യുവർ ബന്നി ഹെ, 100% ആത്മാവ് പ്യുവറായിട്ട് മാറും. അബി തോ ഇംപ്യുവർ ഹെ, ഇപ്പോഴാണെങ്കിലോ അപവിത്രമാണ്. ഭക്തി തോ മനുഷ്യ ബഹുത്ത് കർത്തേ ഹെ തീർത്ത് പർ മേലോം പർ ലാഖോ മനുഷ്യ ജാത്തേ ഹെ. അപ്പൊ ഭക്തി നോക്കുകയാണെങ്കിലോ മനുഷ്യർ ധാരാളം ഭക്തി ചെയ്യുന്നുണ്ട് അല്ലെ, തീർത്ഥയാത്രയ്ക്ക് പോകുന്നുണ്ട്. അതുപോലെ ഈ മേളകളിലെല്ലാം ലക്ഷക്കണക്കിന് മനുഷ്യരാണ് പോകുന്നത് എന്ന് ബാബ പറയാം. യഹ്തോ ജന്മ ജന്മാന്തർ സേ ചലാ ആത്താ ഹേ, ഇത് ജന്മജന്മാന്തരങ്ങളായിട്ട് ഇത് നടന്നു വരുന്നുണ്ട് അല്ലെ. തീർത്ഥയാത്രകളും ജപതപങ്ങളും മേളകളിൽ പോയി പങ്കെടുക്കുന്നതൊക്കെ ജന്മജന്മാന്തരങ്ങളായിട്ട് നടന്നു വരുന്നുണ്ടെന്ന് ബാബ പറയാം. കിത്തനെ മന്ദിർ ആദി ബനാത്തെ മെഹനത്ത് കർത്തേ ഹേ, എത്രമാത്രം ക്ഷേത്രങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, എത്രമാത്രം ബുദ്ധിമുട്ടുന്നതെന്ന് ബാബ പറയാം. ഫിർബി സീഡി ഉത്തരത്തെ ആത്തേ ഹേ, ഇത്രയൊക്കെ ചെയ്തിട്ടും ഏണിപ്പടി ഇറങ്ങുക തന്നെയാണ് ചെയ്തത് അല്ലെ. ഏണിപ്പടി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ആത്മാവിലെ കല കുറയുക തന്നെയാണ് ഉണ്ടായത്. അല്ലാതെ ഇത്രമാത്രം ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടും നിർമ്മിച്ചിട്ടും തീർത്ഥയാത്രകളെല്ലാം ചെയ്തിട്ടൊക്കെ ഒരിക്കലും ആത്മാവിന്റെ കല ഉയർന്നിട്ടില്ല. ആത്മാവ് കല താഴേക്ക് തന്നെയാണ് പോയതെന്ന് ബാബ പറയാം. അബി തും ജാൻതേ ഹോ ഹം ചढ़ती കലാ സേ സുഖധാം മേം ജായേംഗെ ഫിർ ഹംകോ ഉതർനാ ഹെ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ ഈ ഉയരുന്ന കലയിലൂടെ നമ്മൾ സുഖധാമത്തിലേക്ക് പോകും. പിന്നീട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങുക തന്നെ വേണം അല്ലെ. ഇപ്പൊ നമ്മുടെ ഉയരുന്ന കലയാണ്, കാരണം അതിനായിട്ടാണല്ലോ നമ്മൾ ഈ സംഗമയുഗത്തിൽ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മാക്കളുടെ കല ഉയരുന്ന സമയമാണിത്. പിന്നീട് നമ്മൾ പോയി രാജ്യം ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പിന്നെ വീണ്ടും എന്താണ്, ഇറങ്ങുന്ന കല തന്നെയാണ് ആരംഭിക്കുക എന്ന് ബാബ പറയാ. ഫിർ കല കംതി ഹോത്തി ജാതി അല്ലെ. ഓരോ പിന്നെ കലകൾ കുറേശ്ശെ ഇങ്ങനെ കുറഞ്ഞു വരും. നയേ മക്കാൻ കാ 10 years के बाद बाबा का जरूर कम हो जाएगा. ബാബ പറയാണ്, ഇപ്പൊ ഒരു പുതിയ കെട്ടിടം നമ്മൾ നിർമ്മിച്ച് 10 വർഷത്തിന് ശേഷം നോക്കുമ്പോൾ അതിന്റെ ആ ഒരു ഷോയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. അതിന്റെ ആ ആർഭാടവും അതിന്റെ ആ ഭംഗിയൊക്കെ തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ടായിരിക്കും. തും നയി ദുനിയ സത്യയുഗമേന്തേ, അതായത് ബാബ പറയാണ് നിങ്ങൾ സത്യയുഗത്തില് പുതിയ ലോകത്തിലായിരുന്നു. ബാബ പറയാണ് അതുപോലെ
1250 वर्ष के बाद രാമരാജ് शुरू हो गया अभी तो बिल्कुल ही തമോ പ്രധാൻ है. അപ്പൊ നിങ്ങൾ സത്യയുഗത്തില് പുതിയ ലോകത്തിലായിരുന്നു. പിന്നീട് 1250 വർഷത്തിനു ശേഷം രാമരാജ്യം ആരംഭിച്ചു. അതായത് ത്രേതായുഗം തുടങ്ങി. അങ്ങനെയാണ് പിന്നീട് കലകൾ കുറഞ്ഞു കുറഞ്ഞ് ബാബ പറയാ ഇപ്പൊ നിങ്ങൾ തീർത്തും തമോ പ്രധാനമായെന്ന് പറയാ ബാബ. മനുഷ്യ കിത്തനെ ഹോഗയേ ഹേ, മനുഷ്യരാണെങ്കിലോ ഒരുപാടായി മാറി അല്ലെ, അത്രയും ജനസംഖ്യയായി മാറി. ദുനിയ പുരാനി ഹോഗയി ഹേ, ലോകം പഴയതായി മാറി എന്ന് ബാബ പറയാ. വേ ലോകത്തോ ഫാമിലി പ്ലാനിങ് കെ പ്ലാൻ ബനാത്തെ രഹത്തെ ഹേ, കിത്തന മൂഞ്ചത്തെ രഹത്തെ ഹേ. ബാബ പറയാ ലോകത്തിലുള്ള ആളുകൾ ജനസംഖ്യ നിയന്ത്രിക്കാൻ വേണ്ടി ഒരുപാട് പ്ലാനുകളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. കാരണം അത്രയ്ക്കും അധികമായി ജനസംഖ്യ. അത് നിയന്ത്രിക്കാനായിട്ട് ബാബ പറയാണ് ഒരുപാട് പ്ലാനുകളെല്ലാം മനുഷ്യരുണ്ടാക്കുന്നുണ്ട്. വളരെയധികം കൺഫ്യൂഷൻ ആവുകയാണ് മനുഷ്യർക്ക്. ഹം ലിഖ്തേ ഹേ യഹ് തോ ഗോഡ് ഫാദർ കാ ഹി കാം ഹേ. നമ്മൾക്കറിയാം ഇത് ആരുടെ ജോലിയാണ്? ഭഗവാന്റെ ജോലിയാണ്. സത്യയുഗമേ 9-10 लाख മനുഷ്യ ജാക്കർ രഹേഗെ. സത്യയുഗത്തില് 9-10 ലക്ഷം മനുഷ്യരാണ് പോയിട്ടുണ്ടായിരിക്കുക. ബാക്കി സബ് അപ്പനെ ഗർ സ്വീറ്റ് ഹോമേ ചലേ ജായേങ്കെ. ബാക്കിയുള്ള എല്ലാവരും തൻ്റെ ആത്മാക്കളുടെ വീട് എവിടെയാണ്? സ്വീറ്റ് ഹോം അല്ലെ, പരന്താം ശാന്തിധാം, അവിടെയായിരിക്കും ബാക്കി എല്ലാവരും ഉണ്ടായിരിക്കുക. യഹ് ഗോഡ്ലി ഫാമിലി പ്ലാനിങ് ഹേ, ഏക് ധർമ്മ കി സ്ഥാപന ബാക്കി സബ് ധർമ്മ കാ വിനാശ് അല്ലെ. ഇത് ഈശ്വരീയ പരിവാരത്തിന്റെ പ്ലാനിങ് ആണ്. അതായത് ഒരു ധർമ്മത്തിന്റെ സ്ഥാപനയും ബാക്കി എല്ലാ ധർമ്മത്തിന്റെ വിനാശവും. യഹത്തോ ബാപ്പ് അപ്പനാ കാം കർ രഹേ ഹേ, കാരണം ഇത് ബാബയുടെ ജോലിയാണ്. ബാബ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. വഹ് കഹത്തെ ഹേ വികാർ മേ ബൽ ജാവോ പരന്തു ബച്ചാ നാ ഹോ, ഏസേ കർത്തെ കർത്തെ ഹോഗ കുച്ച് ബി നഹി. അതായത് ലോകത്തിലുള്ളവർ പറയും നിങ്ങൾ വികാരത്തിലേക്ക് പോയിക്കോളൂ, പക്ഷെ കുട്ടികളൊന്നും ഉണ്ടാകരുതെന്ന് പറയും. ബാബ പറയാ ഇങ്ങനെ ചെയ്ത് എന്തായി മാറി? ഒന്നും നടക്കില്ല എന്ന് പറയാം. കാരണം ബാബയുടെ ജോലിയാണിത്, അത് ബാബയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. യഹ് പ്ലാനിങ് തോ ബേഹദ് ബാപ്പ് കെ ഹാത്ത് മേ ഹേ, ഇത് ബാബയുടെ കയ്യിലാണ്. ബാപ്പ് കഹത്തെ ഹേ മേ ഹി ദുഃഖ് ദാം സെ സുഖദാം ബനാനെ ആയാ ഹോം. ബാബ പറയാണ് ഞാൻ തന്നെയാണ് ഈ ദുഃഖധാമത്തിൽ നിന്നും സുഖധാമമാക്കി മാറ്റാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ കുട്ടികളെ ദുഃഖധാമത്തിൽ നിന്നും രക്ഷിച്ച് സുഖധാമത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഞാനാണ്. ബാബ പറയാണ് ഹർ 5000 വർഷ ബാദ് മേ ആതാ ഹൂം, ഓരോ 5000 വർഷത്തിന് ശേഷവും ഞാൻ വരുമെന്ന് ബാബ പറയാ. കലിയുഗക്കെ അന്ത് ഓർ സത്യയുഗക്കെ ആദിമേ. ബാബ എപ്പോഴാ വരാ? കലിയുഗത്തിന്റെ അന്തിമത്തിലും സത്യയുഗത്തിന്റെ ആദിയിലും ഇടയിലുള്ള സംഗമത്തിലാണ് ബാബ വരുന്നത്. അബി യഹ് ഹെ സംഗം ജബ് പതീത് ദുനിയാ സെ പാവൻ ദുനിയാ ബൻതി ഹെ. ഈ സംഗമത്തിൽ തന്നെയാണ് പതീത ലോകം പാവന ലോകമായിട്ട് മാറുന്നതെന്ന് ബാബ പറയാം. പുരാനി ദുനിയാ കാ വിനാശ് ഓർ നയി ദുനിയാ കി സ്ഥാപന യഹ് തോ ബാപ്പ് കാ ഹി കാം ഹെ. ബാബ പറയാണ് പഴയ ലോകത്തിന്റെ വിനാശം, അതുപോലെ പുതിയ ലോകത്തിന്റെ സ്ഥാപന, ഇത് ബാബയുടെ തന്നെ ജോലിയാണ്. പഴയ ലോകത്തിന്റെ വിനാശവും പുതിയ ലോകത്തിന്റെ സ്ഥാപനയും ഇത് ബാബയുടെ മാത്രം ജോലിയാണെന്ന് ബാബ പറയാ. സത്യയുഗമേ ദാഹി ഏക് ധർമ്മ, സത്യയുഗത്തിൽ ഒരു ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യഹ് ലക്ഷ്മി നാരായൺ വിശ്വക്കെ മാലിക് മഹാരാജ മഹാറാണി ദേ. അതായത് ഈ ലക്ഷ്മി നാരായണൻ വിശ്വത്തിന്റെ അധികാരിയായിരുന്നു, മഹാരാജാവും മഹാറാണിയുമായിരുന്നു എന്ന് ബാബ പറയാ. യഹ് ബി തും ജാൻതേ ഹോ യഹ് മാല കിസ്കി ബനി ഹുയി ഹേ, ഊപ്പർ മേ ഹേ ഫൂൽ ശിവ് ബാബ, ഫിർ ഹേ യുഗൾ ദാന ബ്രഹ്മ സരസ്വതി. അപ്പൊ ബാബ പറയാണ് നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ ഇതറിയാം, ഈ മാല അല്ലെ, അതായത് ഭക്തി മാർഗത്തിലൊക്കെ മാല കറക്കുന്നുണ്ടല്ലോ, ഇത് ആരുടെയൊക്കെയാണ് ഓർമ്മചിഹ്നം എന്നൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ. ബാബ നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കി തന്നു. അതായത് ഏറ്റവും മുകളിലിരിക്കുന്ന ഫൂൽ, അതായത് പുഷ്പമാണ് ശിവബാബ. പിന്നെ നമ്മൾ യുഗളായിട്ടിരിക്കുന്ന മുത്തിനെ കാണും, അതാണ് ബ്രഹ്മ സരസ്വതി എന്ന് ബാബ പറയാ. ഉനോം കോഹി യഹ് മാലാ ഹേ ജോ വിശ്വകോ നരക സേ സ്വർഗ് പതീത് സേ പാവൻ ബനാത്തേ ഹേ. അതായത് ഈ മാല എന്ന് പറയുന്നത്
ആരാണോ ഈ ലോകത്തെ നരകത്തിൽ നിന്നും സ്വർഗമാക്കി പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റിയത്, അവരുടെ ഓർമ്മയ്ക്കായിട്ടുള്ളതാണ് ഈ മാല അല്ലെ. അപ്പൊ ഭഗവാൻ ശിവബാബയും ബ്രഹ്മ സരസ്വതിയും കൂടെ കുട്ടികളുമെല്ലാം ചേർന്നിട്ടാണ് ഈ വിശ്വത്തിന് പരിവർത്തനം നടത്തിയത്. അതായത് ഈ വിശ്വത്തെ നരകത്തിൽ നിന്നും സ്വർഗമാക്കി മാറ്റിയതും അതുപോലെ പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റിയതും. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ മാല എന്ന് ബാബ പറയാം. ജോ സർവീസ് കർക്കെ ജാത്തെ ഹേ ഉനോമുക്കി ഹി യാദ് രഹതി ഹേ. ബാബ പറയാണ്, ആരാണോ ഇവിടെ സേവനം ചെയ്ത് പോയിട്ടുള്ളത് അവരെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. തോ ബാപ്പ് സമജാത്തെ ഹേ യഹ് സത്യയുഗമേ പവിത്രദേന. അതായത് ബാബ മനസ്സിലാക്കി തരാണ്, ഇവര് സത്യയുഗത്തിൽ പവിത്രമായിരുന്നു. പ്രവൃത്തി മാർഗ പവിത്രത, പ്രവൃത്തി മാർഗമായിരുന്നു, പവിത്രമായിരുന്നു. അബീതോ പതീത് ഹേ, ഇപ്പൊ പതീതമാണ് അല്ലെ. ഇപ്പൊ ബ്രഹ്മബാബയെ നോക്കുകയാണെങ്കിലും ബ്രഹ്മബാബ സത്യയുഗത്തിൽ പവിത്രമായിരുന്നു അല്ലെ, ശ്രീനാരായണനായിരുന്നു. പിന്നീട് ജന്മം എടുത്തെടുത്ത് എന്തായി മാറി, പതീതമായിട്ട് മാറി എന്ന് ബാബ പറയാം. ഗാത്തെ ബി ഹേ പതീത് പാവൻ ആവോ ആകർ ഹംകോ പാവൻ ബനാവോ. ഇങ്ങനെ പാടുന്നുണ്ട്, പതീത പാവന വരൂ, വന്ന് ഞങ്ങളെ പാവനമാക്കി മാറ്റൂ എന്ന് പറഞ്ഞ് പാടുന്നുണ്ട് എന്ന് ബാബ പറയാം. സത്യയുഗമേ തോടേഹി ഏസെ പുക്കാരെങ്കെ. പക്ഷെ സത്യയുഗത്തിൽ ഒരിക്കലും ഇങ്ങനെ വിളിക്കില്ല. കാരണം അവിടെ പവിത്രമായിട്ടാണ് ജീവിക്കുന്നത്, സമ്പൽ സമൃദ്ധിയാണ്, ദുഃഖങ്ങളില്ല. അപ്പൊ സത്യയുഗത്തിൽ ഒരിക്കലും ഇങ്ങനെ വിളിക്കില്ല. പതീത പാവന വരൂ, വന്ന് ഞങ്ങളെ പാവനമാക്കി മാറ്റൂ എന്ന് പറഞ്ഞ് സത്യയുഗത്തിൽ ഒരിക്കലും വിളിക്കില്ല എന്ന് ബാബ പറയാം. സുഖമേം കോയി ബി ബാപ്പ കാ സിമരൻ നെഹി കർത്തേ ഹേ. ബാബ പറയാണ്, സുഖത്തില് ബാബയെ ആരും ഓർമ്മിക്കില്ല എന്ന് ബാബ പറയാം. ബാപ്പ് ഹേ ഹി ലിബറേറ്റർ രഹംദിൽ ബ്ലിസ്ഫുൾ ആക്കർ സബ്കോ മുക്തി ജീവൻ മുക്തി ദേത്തേ ഹേ. അപ്പൊ ബാബ പറയാണ്, സുഖത്തില് ആരും ഓർമ്മിക്കില്ല, ദുഃഖത്തിലാണ് എല്ലാവരും ഓർമ്മിക്കുക. കാരണം ബാബ തന്നെയാണ് മുക്തിദാതാവും ദയാഹൃദയനും, അതുപോലെ വന്ന് എല്ലാവർക്കും മുക്തി ജീവൻ മുക്തി നൽകുന്നയാളും ബാബ തന്നെയാണ്. അതുകൊണ്ടാണ് ദുഃഖം വരുമ്പോ എല്ലാവരും ബാബയെ വിളിക്കുന്നതെന്ന് ബാബ പറയാം. ബുലാത്തെ ബി ഹേ ഉൻകോ ഹേ ആക്കർ സ്വീറ്റ് ഹോമേ ലേ ചലോ. അതായത് വന്ന് ഞങ്ങളെ ആ മധുരമായ വീട്ടിലേക്ക് കൊണ്ടുപോകൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അബി സുഖ് ഹേ നഹി. ഇപ്പോ സുഖം തന്നെ ഇല്ല, കാരണം എല്ലായിടത്തും ദുഃഖം തന്നെയാണെന്ന് ബാബ പറയാം. യഹ് ഹേ പ്രജാക പ്രജാപർ രാജ്യ. ഇത് പ്രജയുടെ മേൽ പ്രജയുടെ രാജ്യമാണെന്ന് ബാബ പറയാം. സത്യയുഗമേ തോ രാജാ റാണി പ്രജാ ഹോത്തേ ഹേ. പക്ഷെ സത്യയുഗത്തിൽ എങ്ങനെയായിരിക്കും, രാജാവും റാണിയും പ്രജയുമായിരിക്കും. ബാപ്പ് ബതാത്തെ ഹേ തും കൈസേ വിശ്വക്കെ മാലിക് ബൻതേ ഹോ വഹാം തുമാരെ പാസ് അദാഹ് അൻഗിനിത് ധൻ രഹതാ ഹേ. ബാബ പറയാണ്, നിങ്ങൾ എങ്ങനെയുള്ള വിശ്വത്തിന്റെ അധികാരിയായിട്ടാണ് മാറുന്നത്. ആ വിശ്വത്തില് വളരെയധികം എന്താ പറയാ, എണ്ണാൻ പോലും സാധിക്കാത്ത അത്ര ധനമുണ്ടായിരിക്കും. അതുപോലെ ബാബ പറയാണ്, സ്വർണത്തിന്റെ ഇഷ്ടികകൾ കൊണ്ടായിരിക്കും വീടുകളെല്ലാം നിർമ്മിക്കുന്നത് അവിടെ. അത്രയ്ക്കും അങ്ങനെയൊരു ലോകത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് ബാബ പറയാ. അങ്ങനെയുള്ളൊരു ലോകത്തിന്റെ അധികാരികളായിട്ടാണ് നിങ്ങൾ മാറുന്നത്. മഷീൻസെ സോനേക്ക് ഈട്ടെ നിക്കൽത്തി രഹത്തി ഹേ. അതായത് മഷീൻ ഉപയോഗിച്ചിട്ടാണ് ഈ സ്വർണത്തിന്റെ ഇഷ്ടികകളെല്ലാം എടുക്കുന്നതെന്ന് ബാബ പറയാ. പിന്നീട് അതുകൊണ്ട് കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കി അതിലെന്ത് പതിപ്പിക്കും, ഈ വജ്രങ്ങളും വൈഡൂര്യങ്ങളൊക്കെ അതിൽ നിറയെ പതിപ്പിക്കും. അത്രയ്ക്കും മനോഹരമായ ലോകത്തിന്റെ അധികാരികളായിട്ടാണ് നമ്മൾ കുട്ടികൾ മാറുന്നതെന്ന് ബാബ പറയാം. ദ്വാപർ മേംബി കിത്തനെ ഹീരേ ദേ ജോ ലൂട്ട് കർ ലേ ഗയേ. ദ്വാപരയുഗത്തിലേക്ക് കടന്നിട്ടായാലും അവിടെയും ധാരാളം വജ്രവൈഡൂര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം കൊള്ളയടിക്കപ്പെട്ടു എന്ന് ബാബ പറയാം. അബീതോ കുച്ച് സോന ദിക്കായി ഹി നഹി പഡ്താ ഹെ. ഇപ്പോഴാണെങ്കിലോ സ്വർണത്തിന്റെ ഒരു തരി പോലും കാണാനില്ല എന്ന് പറയാം. അപ്പൊ അതിന്റെ അർത്ഥം സ്വർണം എന്ന് പറഞ്ഞാൽ ആ പ്യുവർ സ്വർണം കാണാനില്ല എന്നാണ് ബാബ പറയുന്നത്. യഹ് ബി ഡ്രാമാമേ നൂന്ത് ഹെ. ബാബ പറയാണ്, ഇതും ഡ്രാമയിലുള്ളതാണ് അല്ലെ. സത്യത്രേതായത്തില് ഇത്രയും സ്വർണം വജ്രം വൈഡൂര്യങ്ങൾ അളവില്ലാത്തത്രയാണ്. പക്ഷെ പിന്നീട് ലാസ്റ്റ് എത്തുമ്പോൾ സ്വർണം പോലും കിട്ടാനില്ലാത്ത അത്രയായി മാറി. അപ്പൊ അത് ഡ്രാമയിലുള്ളതാണെന്ന് ബാബ പറയാം.
बाप कहते हैं मैं हर 5000 वर्ष बाद आता हूँ. ബാബ പറയാണ് ഞാൻ ഓരോ 5000 വർഷത്തിനു ശേഷമാണ് ഞാൻ ഈ ഭൂമിയിൽ അവതരിക്കുന്നത്. പുരാനി ദുനിയാക്കെ വിനാശ് കെ ലിയേ യഹ് ഓട്ടോമാറ്റിക് ബോംബ്സ് ആദി ബനേ ഹെ. അതായത് ഈ പഴയ ലോകത്തിന്റെ വിനാശത്തിനു വേണ്ടിയിട്ട് ഈ ഓട്ടോമാറ്റിക് ബോംബ്സ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. യഹ് ഹെ സയൻസ്, അത് സയൻസ് ആണെന്ന് ബാബ പറയാ. ബുദ്ധി സെ ഏസി ഏസി ചീസെ നിക്കാലി ഹെ ജിസ്സെ അപ്നെ കി കുൽ കാ വിനാശ് കരേങ്കെ. അതായത് ബാബ പറയാണ് ബുദ്ധിയിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, സ്വന്തം കുലത്തിന്റെ തന്നെ വിനാശം ചെയ്യാനുള്ള കാര്യങ്ങൾ. അതാണ് ബുദ്ധിയിൽ നിന്ന് വരിക എന്ന് പറയാ ബാബ. യഹ് കോയി രക്കനെ കേലിയെ തോടെ ഹി ബനാത്തെ ഹെ. പക്ഷേ ബാബ പറയാണ് ഇത് വെറുതെ ഉണ്ടാക്കി വെക്കാനുള്ളതല്ല, അല്ല ഈ ബോംബ്സ് ഒക്കെ വെറുതെ ഉണ്ടാക്കി വെക്കാനുള്ളതല്ല എന്ന് ബാബ പറയാ. യഹ് റിഹേഴ്സൽ ഹോത്തി രഹേഗി. ഇതിന്റെ റിഹേഴ്സലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അല്ലെ? നമ്മൾക്ക് പറയാലോ, നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ കാര്യങ്ങൾ. യഹ് റിഹേഴ്സൽ ഹോത്തി രഹേഗി. ജബ് തക് രാജധാനി സ്ഥാപൻ നഹി ഹുയി ഹെ തബ് തക് ലഡായി നഹി ലഗ് സക്തി. ബാബ പറയുന്നത് ഏതുവരെ ഈ രാജധാനി സ്ഥാപിക്കപ്പെടുന്നില്ലയോ അതുവരെ ഈ എന്താ പറയാ യുദ്ധവും നടന്നുകൊണ്ടിരിക്കുന്നു ബാബ പറയാം. അതായത് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ സ്ഥാപനയും ഉണ്ടായിരിക്കും. തയ്യാരിയാം തോ ഹോ രഹി ഹെ ഉസ്കെ സാത്ത് നാച്ചുറൽ കലാമിറ്റീസ് ബി ഹോഗി ഇത്തിനെ ആത്മീ ഹോഗേ നഹി. അതായത് അതിനുള്ള തയ്യാറെടുപ്പുകൾ, വിനാശത്തിൻ്റെതായ തയ്യാറെടുപ്പുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എന്തുണ്ടാകും? അതായത് പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ ഈ വിനാശത്തിനായിട്ട് പ്രകൃതിയും സഹായിക്കുന്നുണ്ട്, സയൻസും സഹായിക്കുന്നുണ്ട്. ഈ രണ്ടു പേരുടെ സഹായത്താലാണ് ഇവിടെ വിനാശം സംഭവിക്കുന്നതെന്ന് ബാബ പറയാം. പിന്നെ നോക്കുമ്പോ പിന്നെ വളരെ കുറച്ച് പേരെ ഉണ്ടായിരിക്കുള്ളൂ. അബ് ബച്ചോം കോ ഇസ് പുരാനി ദുനിയാക്കോ ഭൂൽ ജാനാ ഹേ. ബാബ നമ്മൾ കുട്ടികളോട് പറയാണ്, ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് ഈ പഴയ ലോകത്തെ തീർച്ചയായിട്ടും മറക്കണം. ബാക്കി സ്വീറ്റ് ഹോം സ്വർഗി ബാദുഷാഹി കോ യാദ് കർണാ ഹേ. ഇപ്പൊ എന്താണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്? നമ്മുടെ മധുരമായ വീടിനെയും അതുപോലെ സ്വർഗത്തിലെ ചക്രവർത്തി പദവിയും നിങ്ങൾ ഓർമ്മിക്കുക. ഈ പഴയ ലോകത്തെ നിങ്ങൾ മറക്കണമെന്ന് ബാബ പറയാം. ജൈസെ നയാ ഘർ ബനാത്തെ ഹേ തോ ഫിർ ബുദ്ധി മേ നയാ ഘർ കി യാദ് രഹതാ ഹേ നാ. ബാബ പറയാണ് ഇപ്പൊ പുതിയ വീട് നിർമ്മിക്കുകയാണെന്ന് കരുതുക. അപ്പൊ നമുക്ക് എപ്പോഴും പഴയ വീടിന്റെ ഓർമ്മയായിരിക്കില്ലല്ലോ ഉണ്ടായിരിക്കുക, ആ പുതിയ വീടിന്റെ ഓർമ്മയായിരിക്കും, അല്ലെ? എങ്ങനെയായിരിക്കും പുതിയ വീട്, എങ്ങനെയായിരിക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, പിന്നെ നമ്മൾ അവിടെ ജീവിക്കുന്നതും അതൊക്കെ ആയിരിക്കും നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, അല്ലെ? ഒരിക്കലും പിന്നെ പഴയ വീടിന്റെ ഓർമ്മ നമുക്ക് ഉണ്ടായിരിക്കില്ല. അപ്പൊ ബാബയുടെ എക്സാമ്പിൾ പറയാണ്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഇത് പഴയ ലോകമാണ്, ഇത് തീർച്ചയായിട്ടും നശിക്കും. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പഴയ ലോകത്തിൽ ബുദ്ധി വെക്കുന്നതെന്ന് ബാബ ചോദിക്കുക. നിങ്ങൾക്ക് ഓർമ്മിക്കേണ്ടത് പുതിയ ലോകം, അതുപോലെ പുതിയ ലോകത്തിലെ ചക്രവർത്തി പദവി, അല്ലെ? അവിടുത്തെ ജീവിത രീതികൾ, ഇതൊക്കെ നമുക്ക് ഓർമ്മിക്കാലോ. അപ്പൊ അതാണ് ബാബ പറയുന്നത്. ബാബ എക്സാമ്പിൾ പറയാണ് ഈ പുതിയ വീടിന്റെയും പഴയ വീടിന്റെയും. ജൈസെ നയാഗർ ബനാത്തെ ഹേ ഫിർ ബുദ്ധി മേ നയാഗർ കി ഹി യാദ് രഹതാ ഹേ അബ് ബി നയി ദുനിയാ കി സ്ഥാപന ഹോ രഹി ഹേ. ഇപ്പോഴും ഈ പുതിയ ലോകത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാപ്പ് ഹേ സ്വർഗ കാ സദ്ഗതി ദാത. ബാബയാണ് സ്വർഗത്തിന്റെ സദ്ഗതി നൽകുന്നയാള്, അല്ലെ? ആത്മായേം സബ് ചലി ജായേഗി. എല്ലാ ആത്മാക്കളും തിരിച്ചു പോകും. ബാക്കി ശരീർ യഹാം കദം ഹോ ജായേങ്കെ. അതായത് ശരീരം ഇവിടെ ആയിരിക്കും അവസാനിക്കുക. കാരണം നമുക്കറിയാം ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. അപ്പോൾ ഇവിടെയാണ് ശരീരം, ഇവിടെ നിന്നാണ് നമുക്ക് ശരീരം ലഭിച്ചത്. അപ്പൊ ശരീരം ഇവിടെ തന്നെ അവസാനിക്കും. പക്ഷെ നമ്മൾ ആത്മാക്കൾ എവിടെ നിന്നാ വന്നത്? പരന്താമത്തിൽ നിന്ന്. അപ്പൊ നമ്മൾ ആത്മാക്കളെല്ലാവരും തിരിച്ചു പോകും, ശരീരം ഇവിടെ തന്നെ അവസാനിക്കുമെന്ന് ബാബ പറയാം. ആത്മാ പവിത്ര ബനേഗി ബാപ്പ് കി യാദ് സെ. ആത്മാവ് ബാബയുടെ ഓർമ്മയിലൂടെ പവിത്രമായിട്ട് മാറുമെന്ന് ബാബ പറയാം. പവിത്ര സരൂർ ബന്നാഹെ. പവിത്രമായിട്ട് മാറുക തന്നെ വേണം. ദേവതായേം പവിത്രഹേന. കാരണം ദേവതമാര് പവിത്രമായിരുന്നു. അപ്പൊ വരാൻ പോകുന്നത് ഏതാണ്? സത്യയുഗം. അവിടെ ദേവതമാരാണ്. അപ്പൊ നമുക്കാണ് ദേവതമാരായിട്ട് മാറേണ്ടത്. അപ്പോൾ ദേവതമാര് പവിത്രമായിരുന്നു, അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കിവിടെ
പവിത്രമായിട്ട് മാറണമെന്ന് ബാബ പറയാം. ഉനോം കെ ആകെ കബ് ബീഡി തമ്പാക്കു ആദി നഹി രഖി ജാതി ഹെ വഹ് വൈഷ്ണവ് ഹെ. അതായത് നമുക്കറിയാം, ദേവതമാർക്ക് ഒരിക്കലും അവരുടെ മുന്നിൽ ബീഡി, അതുപോലെ തന്നെ എന്താണ് തമ്പാക്കു എന്ന് പറയുന്നത്, അതൊന്നും ഒരിക്കലും അവരുടെ മുന്നിൽ വെക്കില്ല. കാരണം അവരെന്താണ്, വൈഷ്ണവരാണെന്ന് പറയാം ബാബ. വിഷ്ണുപുരി കഹാജാത്തായി അല്ലെ, വിഷ്ണുപുരി എന്നാണ് ബാബ പറയാ അല്ലെ, സ്വർഗത്തിന് വിഷ്ണുപുരി എന്നാ പറയാ. വഹ് ഹേ ഹി വൈസ്ലെസ് വേൾഡ്. വിഷ്ണുപുരി എങ്ങനെയുള്ളതാണ്, പവിത്രമായിട്ടുള്ള ലോകമാണ്. യഹ് ഹേ വിഷസ് വേൾഡ്, ഇതാണെങ്കിലോ ആ പവിത്ര ലോകമാണ്. അവ വൈസ്ലെസ് വേൾഡ് മേം ജാനാ ഹെ. ഇപ്പൊ നമുക്ക് എവിടേക്കാണ് പോകേണ്ടത്, പവിത്രമായ ലോകത്തിലേക്കാണ് പോകേണ്ടതെന്ന് ബാബ പറയാം. സമയ് ബാക്കി തോടാ ഹെ യഹ് തോ ഖുദ് ഭി സമജ്തേ ഹെ ഓട്ടോമാറ്റിക് ബോംബ് സെ സബ് കദം ഹോ ജായേംഗെ. ബാബ പറയാണ്, വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം, ഈ പഴയ ലോകം ഫുള്ളായിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബോംബൊക്കെ വീഴും. അതിലൂടെ ഈ പഴയ ലോകമെല്ലാം അവസാനിക്കുക തന്നെ ചെയ്യും. ലഡായി തോ ലഗ്നി ഹി ഹെ, അതായത് എന്തായാലും യുദ്ധം തുടങ്ങുക തന്നെ വേണമെന്ന് ബാബ പറയാം. ബോൽത്തേ ഹെ ഹംകോ കോയി പ്രേരണ കർണേ വാലാ ഹെ ജോ ഹം ബനാ രഹേ ഹെ. ഇപ്പൊ സയൻസ്, ഇത് ബോംബ്സ് ഒക്കെ ഉണ്ടാക്കുന്നവര് പറയും, ഞങ്ങളെ ആരോ പ്രേരിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയും. ജാൻതേ ബി ഹെ അപ്പനെ കുൽക്ക വിനാശ് ഹോ രഹാ ഹെ. അവർക്ക് അറിയുന്നുണ്ട് സ്വന്തം കുലത്തിന്റെ വിനാശമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഈ ബോംബ്സ് ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയുന്നുണ്ട്. പക്ഷെ എങ്കിലും അവര് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം അവര് പറയുന്നത് എന്താണ്, ആരോ പ്രേരണ നൽകുന്നു. അപ്പൊ ഡ്രാമയിലുള്ളതാണ് അവർക്ക് ബോംബ്സ് ഉണ്ടാക്കണം എന്നുള്ളതും, ഈ ബോംബ്സ് ഉപയോഗിച്ച് ഈ പഴയ ലോകത്തിന്റെ വിനാശം നടക്കണം എന്നുള്ളതൊക്കെ ഡ്രാമയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അല്ലെ. അതാണ് ബാബ പറയുന്നത്, ശങ്കർ ദ്വാര വിനാശ് യഹ് ബി ഡ്രാമാ മേ നൂന്ത് ഹേ. വിനാശ് സാമനെ കടാ ഹെ ജ്ഞാൻ യജ്ഞ സേ യഹ് വിനാശ് ജ്വാല പ്രജ്വലിത് ഹുയി ഹെ. അതായത് ബാബ പറയാണ്, വിനാശം മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ ജ്ഞാനയജ്ഞത്തിലൂടെയാണ് വിനാശജ്വാല പ്രജ്വലിതമായത്. അബി തും സ്വർഗ കാ മാലിക് ബന്നേ ലിയേ പഠ് രഹേ ഹോ. ബാബ പറയാണ്, ഇപ്പൊ നിങ്ങൾ കുട്ടികൾ എന്തിനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, സ്വർഗത്തിന്റെ അധികാരികളാകാനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യഹ് പുരാനി ദുനിയ കദം ഹോ നയി ബൻ ജായേഗി. ഈ പഴയ ലോകം അവസാനിച്ച് ഇത് പുതിയതായിട്ട് മാറുമെന്ന് ബാബ പറയാ. യഹ് ചക്ര ഫിർത്താ രഹതാ ഹേ. ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും അല്ലെ. ഈ സൃഷ്ടി ചക്രം, ഈ വേൾഡിന്റെ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും. പുതിയ ലോകത്തിൽ നിന്നും പഴയതും, പിന്നീട് പഴയതിൽ നിന്നും വീണ്ടും പുതിയതും, വീണ്ടും പുതിയതിൽ നിന്നും പഴയതും, അങ്ങനെ അങ്ങനെ ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുമെന്ന് ബാബ പറയാം. ഹിസ്റ്ററി മസ്റ്റ് റിപ്പീറ്റ്. അതായത് ഹിസ്റ്ററി, അതായത് ചരിത്രം തീർച്ചയായിട്ടും ആവർത്തിക്കുമെന്ന് ബാബ പറയാം. പഹലെ ആദി സനാതൻ ദേവി ദേവത ധർമ്മത, फिर चंद्रवंशी क्षत्रिय धर्म, फिर उसके बाद इस्लामी बौद्धि आदि आए, फिर जरूर पहले नंबर वाला आएगा और सब विनाश हो जाएंगे. അപ്പൊ ബാബ പറയാണ്, ആദ്യം ദേവി ദേവത ധർമ്മമായിരുന്നു, പിന്നീട് എന്തായി മാറി, ചന്ദ്രവംശി ക്ഷത്രിയ ധർമ്മമായി അല്ലെ. സത്യയുഗത്തിലെ ദേവി ദേവത ധർമ്മം, പിന്നീട് ത്രേതായുഗം എത്തുമ്പോൾ ചന്ദ്രവംശി ക്ഷത്രിയ ധർമ്മമാകും. പിന്നീട് അതിനുശേഷം ബാബ പറയുന്നത് ഇസ്ലാമി, ബൗദ്ധി അങ്ങനെയുള്ള ധർമ്മങ്ങളെല്ലാം പിന്നീട് പിന്നീട് വന്നുകൊണ്ടിരിക്കും. പിന്നെ ബാബ പറയാണ്, അവസാനം ഇതിൻ്റെ എല്ലാം വിനാശവും ഉണ്ടായിരിക്കും. അതായത് ലാസ്റ്റ് എത്തുമ്പോൾ പിന്നീട് വീണ്ടും ഏതിന് വരണം, തുടക്കത്തിലുണ്ടായിരുന്നതിന് വരണം. അതായത് സനാതന ദേവി ദേവതാ ധർമ്മത്തിന് വരേണ്ടതായിട്ടുണ്ട്. അത് അതിൻ്റെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പഴയത് അതിന് പിന്നാലെ വന്നിട്ടുള്ള എല്ലാ ധർമ്മങ്ങളും അതിൻ്റെ എല്ലാം വിനാശമുണ്ടാകുമെന്ന് ബാബ പറയാം. തും ബച്ചോം കോ കോൻ പഠാ രഹേ ഹേ വഹ് നിരാകാർ ശിവബാബ അല്ലെ. നിങ്ങൾ കുട്ടികളെ ആരാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നിരാകാരനായ ശിവബാബ അല്ലെ. ബാബയാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വഹി ശിക്ഷക് ഹേ സദ്ഗുരു ഹേ. ബാബ അധ്യാപകനുമാണ് സദ്ഗുരുവുമാണ്. आने से ही पढ़ाई शुरू करते हैं, इसलिए लिखा हुआ है ശിവ ജയന്തി സോ ഗീതാ ജയന്തി. ബാബ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ പഠിപ്പെല്ലാം തുടങ്ങിയത്.
അതുകൊണ്ട് തന്നെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ശിവജയന്തിക്ക് ശേഷം ഗീതാ ജയന്തി. കാരണം ശിവബാബ നമ്മൾ കുട്ടികളെ എന്താണ് പഠിപ്പിക്കുന്നത്? സത്യമായ ഗീതയാണ് പഠിപ്പിക്കുന്നത്. ഗീതാ ജയന്തി സോ ശ്രീകൃഷ്ണ ജയന്തി. പിന്നെ ഗീതയിൽ നിന്നും എന്തായിട്ട് അത് ഗീതാ ജയന്തിക്ക് ശേഷം പിന്നെ ശ്രീകൃഷ്ണ ജയന്തിയാണ്. കാരണം ആ ഗീത പഠിച്ച് നമ്മൾ എന്തായി മാറും? ശ്രീകൃഷ്ണനായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി പിന്നീട് ആഘോഷിക്കുന്നു. ശിവബാബ സത്യയുഗി സ്ഥാപന കർത്തേഹെ. ശിവബാബയാണ് സത്യയുഗത്തിന്റെ സ്ഥാപന ചെയ്യുന്നത്. കൃഷ്ണപുരി സത്യയുഗക്കോ കഹാജാത്താഹെ. സത്യയുഗത്തെ തന്നെയാണ് കൃഷ്ണപുരി അല്ലെ, കൃഷ്ണപുരി വിഷ്ണുപുരി എന്നൊക്കെ പറയുന്നത് എന്തിനെയാണ്? സത്യയുഗത്തെ അല്ലെ, സ്വർഗത്തെയാണ് ഇത് പറയുന്നത്. അഭി തുംകോ പഠാനെ വാലെ കോയി സാധു സന്ത് മനുഷ്യനെ ഹി ഹെ, യഹുത്തോ ദുഃഖ കർത്ത സുഖ കർത്ത ബേഹദ് കാ ബാപ്പ് ഹേ. ബാബ പറയുന്നത്, ഇപ്പൊ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഏതെങ്കിലും സാധു സന്യാസിമാരോ മനുഷ്യരോ ഒന്നുമല്ല. ആരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്ന പരിധിയില്ലാത്ത അച്ഛൻ. ശിവബാബ ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്ന പരിധിയില്ലാത്ത അച്ഛനാണ്. ആ പരിധിയില്ലാത്ത അച്ഛനാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. 21 ജന്മോം കേലിയെ തുംകോ വർഷാ ദേത്തെ ഹേ. പഠിപ്പിച്ചിട്ട് ബാബ നമുക്ക് എന്താ തരുന്നത്? 21 ജന്മത്തേക്കുള്ള സമ്പത്താണ് അല്ലേ? അത്രയ്ക്കും വലിയ സമ്പത്താണ് ബാബ നമ്മൾ കുട്ടികൾക്ക് നൽകുന്നത്. വിനാശ് ഹോന ഹി ഹേ ഇസ് സമയ കേലിയെ ഹി കഹാ ജാതാ ഹേ, കിൻകി ഡബി രഹി ധൂൽ മേം കിൻകി രാജാക്കായേ ചോർക്കാരി ബി ബഹുത്ത് ഹോഗി. ബാബ പറയാണ്, വിനാശം തീർച്ചയായിട്ടും സംഭവിക്കേണ്ടത് തന്നെയാണ്. ഈ ഒരു സമയത്തെ കുറിച്ചാണ് പറയുന്നത്. ചിലരുടെയൊക്കെ മണ്ണിൽ പോയി, ചിലരുടെ രാജാക്കന്മാർ കവർന്നെടുത്തു, അല്ലെങ്കിൽ കുറെയൊക്കെ എന്താണ് കവർച്ചയും നടന്നു എന്നൊക്കെ ബാബ പറയാണ്. അതായത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ സമയത്തെയാണ്. കാരണം ഒരുപാട് പേരിലെ ധനവും സമ്പത്തൊക്കെയുണ്ട്. ബാബ പറയുന്നത് ഇതൊന്നും ഉപകാരത്തിൽ വരില്ല, ഇതെല്ലാം വിനാശമാകും. അപ്പൊ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ചിലരുടെ എല്ലാം മണ്ണിൽ പോയി, ചിലരുടെ രാജാക്കന്മാര് ഗവൺമെന്റ് പിടിച്ചെടുത്തു, ചിലരുടെ ഇത് കവർച്ച ചെയ്യപ്പെട്ടു. അതൊക്കെ പറയുന്നത് ഈ സമയത്തെ കുറിച്ചാണെന്ന് ബാബ പറയാം. ആഗ്ബി ലഗ്നി ഹേ ഇസ് യജ്ഞ മേം സബ് സ്വാഹ ഹോ ജായേഗ. ഈ യജ്ഞത്തില് എല്ലാം സ്വാഹയാകും അല്ലെ. ബാബ രചിച്ച ഈ യജ്ഞത്തില് ഈ പഴയ ലോകം മുഴുവനും സ്വാഹയാകുമെന്ന് ബാബ പറയാം. അഭി തോടി തോടി ആഗ് ലഗേഗി ഫിർ ബന്ദ് ഹോ ജായേഗ. ഇപ്പൊ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തീ പിടിച്ചുകൊണ്ടിരിക്കും, അവസാനം എല്ലാം അവസാനിക്കും. തോടി അജൂൻ ദേരിഹെ. ഇതിന് കുറച്ച് സമയം എടുക്കുമെന്ന് ബാബ പറയാം. സബ് ആപസ് മേ ലഡേങ്കെ. എല്ലാവരും പരസ്പരം കലഹിക്കും. ചുടാനെ വാല കോയി രഹേഗ നഹി അല്ലെ. അതിൽ നിന്നും വിടുവിക്കാൻ, ഇപ്പൊ രണ്ടുപേര് കലഹിക്കുമ്പോ വന്ന് രണ്ടുപേര് തമ്മിൽ മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ തീരുമല്ലോ. പക്ഷെ ബാബ പറയുന്നത് അവസാനം പരസ്പരം ഭയങ്കരമായ കലഹങ്ങളും പ്രശ്നങ്ങളായിരിക്കും. അത് വിടുവിക്കാനായിട്ട്, ആ പ്രശ്നത്തിൽ നിന്ന് മാറ്റാനായിട്ട് ആരും ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാം. രക്ത की नदियां के बाद फिर दूध की नदियां बहेंगी, इसको कहा जाता है खूने नाहेग केल. അതായത് രക്തച്ചൊരിച്ചിലിന് ശേഷം പിന്നീട് പാൽ പുഴയൊഴുകും. ഇതിനെ തന്നെയാണ് പറയുന്നത് രക്തച്ചൊരിച്ചിലിന്റെ കളിയെന്ന്. കാരണം നമുക്കറിയാം വിനാശത്തിന് ശേഷം പിന്നെ എന്താ വരുന്നത്? സ്വർഗമാണ്, സത്യയുഗമാണ്. അതാണ് ബാബ പറയുന്നത് രക്തപ്പുഴ ഒഴുകും, അതിനുശേഷം പിന്നെ പാലിന്റെ പുഴയൊഴുകുന്ന് ബാബ പറയുന്നത്. ബച്ചോം ने साक्षात्कार भी किया है फिर इन आंखों से भी देखेंगे. അതായത് കുട്ടികൾക്ക് ബാബ ഇതെല്ലാം സാക്ഷാത്കാരം ചെയ്യിപ്പിച്ചിട്ടുണ്ട് അല്ലെ. വിനാശം ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ബാബ സാക്ഷാത്കാരം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ബാബ പറയാ, സത്യത്തില് ഇത് കണ്ണുകൾ കൊണ്ട് കാണേണ്ടിയും വരും. മറ്റേത് സാക്ഷാത്കാരമായിരുന്നു, പക്ഷെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണേണ്ടിയും വരും. विनाश के पहले बाप को याद करना है तो तमो प्रधान से आत्मा सदो प्रधान बन जाए. അതായത് ബാബ പറയാണ്, വിനാശത്തിന് മുൻപ് നിങ്ങൾ ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ തമോ പ്രധാനത്തിൽ നിന്നും ആത്മാവ് എന്തായി മാറും? സദോ പ്രധാനമായിട്ട് മാറും. ബാപ്പ് നയി ദുനിയ സ്ഥാപൻ കർണേ കേ ലിയെ തുംകോ തയ്യാർ കർ രഹേ ഹേ.
ബാബ പുതിയ ലോകത്തിന്റെ സ്ഥാപനയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കുട്ടികളെ തയ്യാറാക്കി മാറ്റുന്നത്. രാജധാനി പൂരി സ്ഥാപൻ ഹോ ജായേഗി ഫിർ വിനാശ് ഹോഗ. ഈ പുതിയ ലോകത്തിന്റെ സത്യയുഗത്തിന്റെ സ്ഥാപന മുഴുവനായിട്ട് കഴിയുമ്പോൾ ബാബ പറയുന്നത് വിനാശമുണ്ടാകും. അപ്പൊ വിനാശത്തിന് മുൻപേ ഇവിടെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാപനയ്ക്കൊടുവിൽ വിനാശം പുതിയ ലോകത്തിലേക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു ശേഷം വിനാശമുണ്ടാകുമെന്ന് ബാബ പറയാം. അപ്പം അതിനായിട്ടാണ് നമ്മൾ ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്യുന്നത് ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്യാണ്. കാരണം സ്ഥാപനയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരുന്ന് സ്ഥാപനയും അതിൻ്റെ ഒപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് വിനാശം സംഭവിക്കുക. അച്ഛാ, मीठे मीठे सिकीलदे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी मात पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഇനി ബാബ ധാരണയ്ക്കുള്ള പോയിന്റ്സ് പറയാണ്. ഫസ്റ്റ് പോയിന്റ്, विष्णुपुरी में चलने के लिए स्वयं को लायक बनाना है. വിഷ്ണുപുരിയിലേക്ക് പോകുന്നതിന് വേണ്ടി നമ്മൾ സ്വയത്തെ യോഗ്യതയുള്ളവരാക്കി മാറ്റണം. സമ്പൂർണ്ണ പാവൻ ബന്നാഹെ, സമ്പൂർണ്ണ പാവനമായിട്ട് മാറണം. അശുദ്ധ ഖാൻ പാൻ ത്യാഗ കർ ദേനാഹെ, അശുദ്ധമായ ഭക്ഷണം അതുപോലെ തന്നെ അശുദ്ധമായിട്ടുള്ള പാനീയങ്ങൾ അതെല്ലാം നിങ്ങൾ ത്യാഗം ചെയ്യേണ്ടതുണ്ട്. വിനാശ് കെ പഹലെ അപ്പന സബ് കുച്ച് സഫൽ കർനാ ഹേ. വിനാശത്തിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ എല്ലാം സഫലമാക്കണം. എന്താ പറയുക, ബാബ പറയില്ലേ, മനസ്സ വാച കർമ്മണ, അതുപോലെ തന്നെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ധനം കൊണ്ടും ശ്വാസം സങ്കല്പം എല്ലാം നിങ്ങൾ സഫലമാക്കണം വിനാശത്തിന് മുൻപ്. പിന്നെ സെക്കൻഡ് പോയിന്റ് ബാബ പറയാണ്, ജൽദി ജൽദി പഠ്കർ ഹോഷിയാർ ഹോനാ ഹെ, കോയി ഭി വികർമ്മ നാ ഹോ ഇസ്കാ ധ്യാൻ രഖനാ ഹെ. ബാബ പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് പഠിച്ച് നിങ്ങൾ സമർത്ഥരായി മാറണം. പെട്ടെന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ബാബ ദിവസം നമുക്ക് തരുന്ന പോയിന്റ്സ് നമ്മൾ പെട്ടെന്ന് നമ്മൾ ധാരണ ചെയ്യണം. നാളേക്ക് വെക്കരുത്, അപ്പോൾ തന്നെ ധാരണ ചെയ്തുകൊണ്ടേ പോകുക. അതാണ് ബാബ പെട്ടെന്ന് പഠിക്കാൻ പറയുന്നത്. പിന്നെ ബാബ പറയുന്നത്, ഒരു വികർമ്മവും നിങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഈ കാര്യത്തിന് മേൽ നിങ്ങൾ പൂർണ്ണമായി ശ്രദ്ധ വെക്കണം. സ്വയം നമ്മൾ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കണം. എന്നിൽ നിന്ന് എന്തെങ്കിലും വികർമ്മം നടക്കുന്നുണ്ടോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ. അതാണ് ബാബ പറയുന്നത്, ഒരു വികർമ്മവും നിങ്ങളിൽ നിന്ന് ഉണ്ടാകരുത്, അതിന് മുകളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ വെക്കണമെന്ന് ബാബ പറയാം. ഇനി ബാബ വരദാനം പറയാണ്, ഫരിയാദ് കോ യാദ് മേ പരിവർത്തൻ കർണേ വാലേ സ്വതഹി ഓർ നിരന്തർ യോഗി ഭവ. അതായത് പരാതികളെയെല്ലാം ഓർമ്മയിലേക്ക് പരിവർത്തനം ചെയ്യുന്നവരായ സ്വതവേയും അതുപോലെ തന്നെ നിരന്തരമായിട്ടുമുള്ള യോഗിയായി ഭവിക്കട്ടെ. അതായത് അതിന്റെ എക്സ്പ്ലനേഷൻ ബാബ തരാണ്. സംഗമയുഗ് की विशेषता है അഭി പുരുഷാർത്ഥ് അഭി പ്രത്യക്ഷ ഫൽ. അതായത് സംഗമയുഗത്തിന്റെ വിശേഷതയാണ് ഇപ്പോൾ പുരുഷാർത്ഥം, ഇപ്പോൾ പ്രത്യക്ഷ ഫലം. അതായത് എന്ത് പുരുഷാർത്ഥം ചെയ്തോ അതിന്റെ ഫലം അപ്പൊ തന്നെ ലഭിക്കുക. അത് സംഗമയുഗത്തിന്റെ പ്രത്യേകതയാണെന്ന് ബാബ പറയാം. അഭി സ്മൃതി സ്വരൂപ് അഭി പ്രാപ്തി കാ അനുഭവം. ഇപ്പൊ സ്മൃതി സ്വരൂപം ഇപ്പൊ തന്നെ പ്രാപ്തിയുടെ അനുഭവവും. അത് സംഗമയുഗത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഭവിഷ്യക്ക് ഗ്യാരണ്ടി തോ ഹേ ലേക്കിൻ ഭവിഷ്യ സേ ശ്രേഷ്ഠ ഭാഗ്യ അഭി കാ ഹേ. അതായത് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പുരുഷാർത്ഥത്തിന്റെ പ്രാലബ്ധം പ്രാപ്തി ഭാവിയിൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇല്ല എന്നല്ല ബാബ പറയുന്നത്. പക്ഷേ ആ ഭാവിയിലുള്ളതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഇപ്പോഴുണ്ടെന്ന് ബാബ പറയാം. ഇപ്പൊ നമ്മൾ ചെയ്യുന്നതിന്റെ പ്രാപ്തി ഇപ്പൊ നമുക്ക് നന്നായി കിട്ടുന്നുണ്ട്, ഭാവിയിൽ പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാകും. അത് ഗ്യാരണ്ടിയാണ് ബാബ തന്നിട്ടുള്ളത്. പക്ഷെ ബാബ പറയാണ് അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് ഈ സമയത്തേതാണെന്ന് ബാബ പറയാം.
इस भाग्य के नशे में रहे तो സ്വതः ही याद रहेगी. ഈ ഭാഗ്യത്തിന്റെ ആ ലഹരിയിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വതവേ തന്നെ എന്തായി മാറും? നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ബാബയുടെ എന്ന് പറയാം. ജഹാം യാദ് ഹേ വഹാം ഫരിയാദ് നഹി. എവിടെ നിങ്ങൾക്ക് ബാബയുടെ ഓർമ്മയുണ്ടോ അവിടെ നോ കംപ്ലൈൻസ്, പരാതിയേ ഉണ്ടായിരിക്കില്ല. അവിടെ ബാബയുടെ ഓർമ്മയുള്ളിടത്ത് പരാതി ഉണ്ടായിരിക്കില്ല. ബാബയുടെ ഓർമ്മ നമ്മൾ മറക്കുമ്പോഴാണ് നമുക്ക് ദേഹബോധത്തിലേക്ക് വരുന്നതും പരാതികളെല്ലാം വരുന്നതും. ക്യാ കരേ കൈസേ കരേ യഹ് ഹോത്താ നഹി ഹേ തോടി മദദ് ദേ ദോ യഹ് ഹേ ഫരിയാദ്. അപ്പൊ ഏതൊക്കെ കംപ്ലൈൻറ്റ്സ് ആണ് ബാബ പറയുന്നത്? എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, എന്നെ കുറച്ച് സഹായിക്കൂ, എനിക്ക് കുറച്ച് സഹായം തരൂ, ഇതെല്ലാം ബാബ പറയുന്നത് കംപ്ലൈൻറ്റ്സ് ആണ്. തോ ഫരിയാദ് കോ ചോഡ്കർ സ്വതഹേ യോഗി നിരന്തർ യോഗി ബനോ. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ ഈ കംപ്ലൈൻറ്റ്സിനെല്ലാം ഉപേക്ഷിക്കൂ, എന്നിട്ട് നിങ്ങൾ എന്തായി മാറൂ? നിരന്തര യോഗിയായിട്ട്, സ്വതവേ യോഗി നിരന്തര യോഗി, അങ്ങനെയായിട്ട് മാറൂ എന്ന് ബാബ പറയാ. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് വേണം? ഓർമ്മയുണ്ടായിരിക്കണം നമുക്ക് ബാബയുടെ ഓർമ്മയിലൂടെയാണ് നമ്മൾ എന്തായിട്ട് മാറുന്നത്? സ്വതവേ, അതുപോലെ നിരന്തര യോഗിയായിട്ട് മാറുന്നതെന്ന് ബാബ പറയാം. ഇനി ബാബ സ്ലോഗൻ പറയാണ്, ജോ സ്വയം കോ മെഹമാൻ സമജ് കർ ചലത്തെ ഹേ വഹി മഹാൻ സ്ഥിതി കാ അനുഭവ കർത്തേ ഹേ. ആരാണോ സ്വയത്തെ അതിഥിയാണെന്ന് മനസ്സിലാക്കി നടക്കുന്നത് അവർക്ക് മഹാൻ സ്ഥിതി, അല്ലെ, അത്രയും നല്ല മഹത്തായിട്ടുള്ള ആ ഒരു സ്ഥിതിയുടെ അനുഭവം ചെയ്യാൻ കഴിയും. അപ്പം ഞാൻ ഇവിടുത്തെ അതിഥിയാണ്, അല്ലെ, ഞാൻ ആത്മാവാണ്, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിട്ടുള്ളതാണ്, എൻ്റെ സ്ഥലം, എൻ്റെ വീട് എവിടെയാണ്? പരന്താം. അപ്പം അവിടെ നിന്ന് ഞാൻ ഇവിടെ വന്നതാണ്, അപ്പം ഞാൻ ഇവിടുത്തെ ആരാണ്? അതിഥിയാണ്. അങ്ങനെ മനസ്സിലാക്കി നമ്മൾ നടക്കുമ്പോൾ നമ്മൾക്ക് ബാബ പറയാണ് എങ്ങനെയുള്ള സ്ഥിതിയായിരിക്കും? മഹാൻ സ്ഥിതിയുടെ അനുഭവം നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ബാബ പറയാം. ഇനി ബാബ അവ്യക്ത സൂചന പറയാണ്. അവ്യക്ത സൂചനയ്ക്ക് ഈ മാസം ബാബ തന്നിട്ടുള്ള പോയിന്റ്സ് ഏതാണ്? ഏകത, അതുപോലെ വിശ്വാസം. ഈ വിശേഷതയാണ് നമുക്ക് ഈ മാസം ധാരണ ചെയ്യേണ്ടത്. അത് രണ്ടുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും? സഫലത സമ്പന്നമായിരിക്കും. संगठन का बल, स्नेह का बल, एक दो को सहयोग देने का बल और सहनशीलता का बल जमा करो तो माया कभी वार नहीं कर सकेंगी. ബാബ പറയാണ്, സംഘടനയുടെ ബലം, അല്ലെ, ഒത്തുചേർന്ന് ഒരുമിച്ച് നിൽക്കുന്ന സംഘടനയുടെ ബലം, സ്നേഹത്തിന്റെ ബലം, പരസ്പരം സഹയോഗം കൊടുക്കുന്നതിന്റെ ബലം, സഹനശീലതയുടെ ബലം, ഇതെല്ലാം നിങ്ങൾ ശേഖരിച്ചു കൊണ്ടേ പോകൂ. ഇതെല്ലാം നിങ്ങളുടെ ശേഖരണത്തിൽ ഉണ്ടെങ്കിൽ മായ ഒരിക്കലും യുദ്ധം ചെയ്യാൻ വരില്ല എന്ന് ബാബ പറയാം. ഫിർ ജയ ജയകാർക്ക നാര ലഗേക. പിന്നെ ജയ ജയാരവം മുഴങ്ങും, അല്ലെ. ജബ് ഇത്തനെ സബി അനേക ഹോത്തെ ബി ഏക് ദിക്കായി ദേംഗെ, ഏക് കി ഹി ലഗൻ മേ മഗൻ, एक रस स्थिति में स्थित होंगे तब प्रत्यक्षता की निशानी देखने में आएगी. ബാബ പറയാണ്, ഇപ്പോൾ കാണുമ്പോൾ അനേകരായിട്ടാണ് കാണുന്നത്, പക്ഷേ എന്തായിരിക്കും? എല്ലാം ഒന്ന്, അല്ലെ. അതായത് ഇത്ര പേരുണ്ടായിട്ടും എന്തായിട്ട് തോന്നും? ഒന്നായിട്ട് തോന്നിക്കും. അതുപോലെ ഒന്നിൻ്റെ മാത്രം ആ ലഹരിയിൽ മുഴുകിയിരിക്കും. അതുപോലെ ഏകരസസ്ഥിതിയിലും. അങ്ങനെ മൂന്നും കൂടി വരുമ്പോൾ ബാബ പറയാണ്, അപ്പ പ്രത്യക്ഷതയുണ്ടാകും. ആരുടെ പ്രത്യക്ഷത? ബാബയുടെ പ്രത്യക്ഷതയുണ്ടായിരിക്കുമെന്ന് ബാബ പറയാം. ആപ് സബ്കി പ്രതിജ്ഞ ഹി പ്രത്യക്ഷതാക്കോ സമീപ് ലായേഗി. നിങ്ങൾ എല്ലാവരുടെയും പ്രതിജ്ഞ തന്നെയാണ് പ്രത്യക്ഷതയെ സമീപത്തേക്ക് കൊണ്ടുവരുന്നത്, അല്ലെ. നമ്മൾ ഏകരസമായി ഒന്നിൻ്റെ മാത്രം ഓർമ്മയിൽ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ആ ഒരു സംഘടന, ഒരു ബലം, അല്ലെ, ഐക്യം, ഇതെല്ലാം കൂടി വരുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള പ്രതിജ്ഞ എന്താണോ അത് പ്രത്യക്ഷത്തിൽ കാണും. ബാബയെ പ്രത്യക്ഷപ്പെടുത്തും എല്ലാവരും ചേർന്നിട്ട്. അതിനായിട്ട് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്, ഏകതയും വിശ്വാസവും. ഈ രണ്ട് കാര്യങ്ങൾ.
ഇതാണ് ബാബ പറയുന്നത്. ഓക്കെ, ഓം ശാന്തി. അപ്പം നമുക്കൊരു മിനിറ്റ് ബാബനെ ഓർമ്മിക്കാം. ഓം ശാന്തി.